പല മതങ്ങളും ദൈവത്തെ ഒരു സ്നേഹ സ്വരൂപമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇസ്ലാമിലെ നമുക്ക് ദൈവം എന്ന് പറയുമ്പോൾ ഭയത്തിന്റെയും ശിക്ഷയുടെയും ഒരു രൂപമാണ് വരുന്നത്. മാത്രമല്ല ഒരു രാജകീയ ഭാവമാണ് വരുന്നത്. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുകയും പുകഴ്ത്തിയാൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാജാവിനെ പോലെ. എന്തൊക്കെ പറഞ്ഞാലും കാരുണ്യവാനായ ഒരാൾക്ക് വർഷങ്ങളോളം ഒരാളെ തീയിലിട്ടിട്ട് ശിക്ഷിക്കാൻ സാധിക്കും. അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. നമ്മൾ പരിചയപ്പെടുത്തുന്നിടത്ത് അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതുണ്ട്. ഇത് തന്നെയാണ് ഇപ്പൊ നിങ്ങളെന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ തന്നെ അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നല്ല എൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ഓരോ തവണയും ഞാൻ വിചാരിക്കും ഇനി അക്ബർ സാഹിബിനെ ഇവിടെ എന്താ പറയുക കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമായിരിക്കില്ല എന്ന് വിചാരിക്കും. പക്ഷെ അക്ബർ സാഹിബ് പണ്ട് സ്നേഹസംവാദം നടത്തിയതിനേക്കാളും ഉഷാറായിട്ടാണ് ഇപ്പോൾ ഇസ്ലാമിനെ ട്രോൾ എന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നതിന്. അതിന് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുള്ള കുറച്ച് ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് ചോദ്യം ചോദിക്കാനുള്ള ആൾക്കാർ, അതല്ലെങ്കിൽ അദ്ദേഹം പണ്ടെങ്ങോ ചോദ്യത്തിന് മറുപടി പറഞ്ഞ വീഡിയോകളിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് അതിന് പുതിയ തമ്പനയിലൊക്കെ പടച്ച് ആളുകൾക്കിടയിൽ അതാത് സമയാസമയങ്ങളിൽ പഴയ 8 കൊല്ലം 10 കൊല്ലം മുൻപത്തെ വീഡിയോകളൊക്കെ എടുത്ത് പുതിയ പീസായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്തായാലും ബഹിരാകാശത്തൂടെ പോകുന്ന പണിയൊക്കെ ഏണി വെച്ച് വാങ്ങി ഇസ്ലാമിന്റെ തോളിൽ തൂക്കി കൊടുക്കുന്ന കലാപരിപാടി അക്ബർ സാഹിബ് ഇപ്പം അടുത്തൊന്നും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിൻ്റെ സൂചനകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് അദ്ദേഹം ചെയ്യുന്ന പുതിയ ഈ പരിപാടിയിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു കാര്യമാണ് ഇന്ന് ഒരു തമാശയായിട്ട് എടുത്താൽ മതി. ഇസ്ലാമിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിലെ സ്നേഹം, സമാധാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തോടെ സംസാരിക്കേണ്ടി വരും. കാരണം അതിനകത്ത് രക്തക്കറയും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ആളുകൾ ആക്രമിക്കപ്പെടുന്നത്, കൈവെട്ടുന്നത്, തലവെട്ടുന്നത് ഒക്കെ അതൊക്കെ ഇസ്ലാമിൻ്റെ സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയേണ്ടി വരും. അതേപോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെ സമാധാനം, സ്നേഹം, സഹിഷ്ണുത തുടങ്ങിയിട്ടുള്ള നിർമ്മലമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ അല്ലെങ്കിൽ ഭാവങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അതേസമയത്ത് ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ കാരുണ്യം, അതിനപ്പുറത്തേക്ക് അള്ളാഹു അതിനുവേണ്ടി ആ കാരുണ്യം ഉണ്ട് എന്ന് അള്ളാഹ് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും അങ്ങനെ കാരുണ്യമാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാം വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ എന്തൊക്കെ ചെയ്യും എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഇസ്ലാമിൻ്റെ നരകം, മരണം, ഖബർ തുടങ്ങിയിട്ടുള്ള പേടിപ്പിക്കൽ സാധനങ്ങളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ യഥാർത്ഥ കഥകൾ മനസ്സിലായിട്ട് പുറത്തു വരുന്ന ആളുകളെ സംബന്ധിച്ച് പിന്നീട് ഇസ്ലാമിൻ്റെ നരകവും അതേപോലെ തന്നെ ഖബറും അതുമായി ബന്ധപ്പെട്ട കഥകളും വർണ്ണനകളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. സ്വർഗത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. എന്നാൽ പൊതുവെ നമ്മൾ എല്ലാവരും ഇസ്ലാമിനെതിരെയുള്ള ഒരു നിരന്തരമായിട്ടുള്ള വിമർശനമായിട്ട് ഉന്നയിക്കാറുള്ളത്, എനിക്ക് സ്പെസിഫിക് ആയിട്ട് ആ വിമർശനം ഉണ്ട്. മറ്റു എല്ലാ മതങ്ങളും മിക്കവാറും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഇസ്ലാമിലെ ദൈവം ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള, വളരെ ക്രൂരനായിട്ടുള്ള, മനുഷ്യരോട് അല്ലെങ്കിൽ ഒരു ദൈവത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒന്നിനും ശേഷിയില്ലാത്ത, കേവലം ചെറിയ പ്രാണികളെ പോലെയുള്ള ജീവികളെ ഒക്കെ ഉപദ്രവിക്കുന്ന, അതിനുവേണ്ടി ആളെ ഏർപ്പാടാക്കുന്ന ആളുകളെ, ആ ഒരു ക്രൂരനായിട്ടുള്ള ഒരു അള്ളാഹുവിൻ്റെ മുഖമാണ് നമുക്ക് മനസ്സിലാവുക. മുഖമല്ല, അള്ളാഹു എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാവുക. അപ്പം അതുകൊണ്ട് ആ ഒരു ചോദ്യം, അത് വിശ്വാസികൾക്കിടയിലും ആ ചോദ്യം ഉണ്ട് എന്നുള്ളതും, വിശ്വാസികൾ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞാൽ പിന്നെ പ്രവാചകനെയും ഇസ്ലാമിനെ തിരിച്ചറിയാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതൊരു പക്ഷേ ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞ് മുഹമ്മദിനെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിലേക്ക് എത്തും, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞായിരിക്കാം, അല്ലെങ്കിൽ തിരിച്ചുമായിരിക്കാം. എന്തായാലും അക്ബർ സാഹിബിന് മുമ്പിലിരിക്കുന്ന, നേരത്തെ എന്തിനാണ് പെൺകുട്ടികളൊക്കെ പഠിക്കാൻ പോണത് എന്ന് ചോദിച്ച അതേ ചോദ്യം ചോദിക്കാൻ നിയോഗിക്കപ്പെട്ട പെൺകുട്ടികൾ തന്നെയാണ് ഇത്തവണ വളരെ ജെന്യുവിനായിട്ടുള്ള, വിശ്വാസികൾക്കിടയിൽ പല ആളുകൾക്കും, എല്ലാ വിശ്വാസികളുടെ മനസ്സിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പൊങ്ങി വന്നിട്ടുള്ള ഒരു ചോദ്യം അക്ബറിനോട് ചോദിക്കുന്നതും അക്ബർ അത് വളരെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അതിന് മറുപടി കൊടുക്കുന്നതുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കേട്ട് തുടങ്ങാം. പല മതങ്ങളും ദൈവത്തെ ഒരു സ്നേഹ സ്വരൂപമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇസ്ലാമിലെ നമുക്ക് ദൈവം എന്ന് പറയുമ്പോൾ ഭയത്തിന്റെയും ശിക്ഷയുടെയും ഒരു രൂപമാണ് വരുന്നത്. മാത്രമല്ല ഒരു രാജകീയ ഭാവമാണ് വരുന്നത്. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുകയും പുകഴ്ത്തിയാൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാജാവിനെ പോലെ. എന്തൊക്കെ പറഞ്ഞാലും കാരുണ്യവാനായ ഒരാൾക്ക് വർഷങ്ങളോളം ഒരാളെ തീയിലിട്ടിട്ട് ശിക്ഷിക്കാൻ സാധിക്കും. അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. ഇത് ഏതൊരു മനുഷ്യനും വിശ്വാസികളോട് ചോദിക്കുന്ന ചോദ്യം, വിശ്വാസി സ്വയം ചോദിക്കുന്ന ചോദ്യം
വിശ്വാസത്തിൽ നിന്ന് പുറത്തു വന്നവർ അല്ലെങ്കിൽ ഈ വിശ്വാസത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ വിശ്വാസികളോട്, വിശ്വാസത്തിന് വേണ്ടി വാദിക്കുന്നവരോട് ചോദിക്കുന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സിലും ചുണ്ടിലുമായിട്ട് കുറെ കാലമായിട്ട് തത്തിക്കളിക്കുന്ന ഒരു ചോദ്യമാണ്. കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു എന്ന് പറയുകയും എന്നാൽ വളരെ ക്രൂരനായിട്ടുള്ള, മനുഷ്യനെ പീഡിപ്പിക്കുന്ന, നിസാരനായ മനുഷ്യനെ പീഡിപ്പിക്കുന്ന, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രം ചലിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ ചരിച്ച ഒരു മനുഷ്യനെ അതിന്റെ പേരിൽ തന്നെ പിടിച്ച് നരകത്തിലിട്ട് കാലാകാലം അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളിലൂടെ കടന്നു പോകാൻ അവസരം വരുന്ന, അല്ലെങ്കിൽ പിന്നീട് അന്ത്യമില്ലാത്ത കാലത്തോളം അന്തമില്ലാതെ ഈ ശിക്ഷകൾക്ക് വിധേയനാക്കിക്കൊണ്ടിരിക്കുകയും അതിന് പാറാവുകാരെ നിശ്ചയിക്കുകയും അതിന് ഇന്ധനം ചെലവാക്കുകയും ചെയ്യുന്ന, തീ കത്തിച്ച് ഇന്ധനം ചെലവാക്കുകയും ചെയ്യുന്ന പടച്ചവൻ. ആ പടച്ചവന് എങ്ങനെയാണ് കാരുണ്യവാൻ എന്ന ഈ പരാമർശത്തിന് അർഹനാവുക എന്നതൊക്കെയാണ്. കാരുണ്യവാനായിട്ടുള്ള ഒരു ദൈവത്തിന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ആ ചോദ്യം തന്നെ ഇസ്ലാമിന്റെ യുക്തി മനസ്സിലാവാത്തതുകൊണ്ടുള്ള ചോദ്യമാണ്. ഞാൻ ആ കുട്ടികളെ കുറ്റം പറയല്ല, എല്ലാ വിശ്വാസികളുടെ മനസ്സിലും പൊങ്ങി വന്നിട്ടുണ്ടായ ഒരു ചോദ്യമായിരിക്കും. അത് നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാം. ലോകത്തെമ്പാടും മനുഷ്യർക്ക് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മതം ഇവിടെ കൊണ്ടുവന്നത് എന്നും മുഹമ്മദ് നബിയെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് തന്നെ ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും കാരുണ്യമായിട്ടാണ് എന്നാണ് വാദം. അപ്പം കാരുണ്യമായിട്ട് വന്ന പ്രവാചകൻ മക്കയിലും തുടർന്ന് മദീനയിലും കാണിച്ചു കൂട്ടിയതും അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആ കാരുണ്യം തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്ന് പണ്ട് നമ്മൾ മുദ്രാവാക്യം വിളിച്ചതുപോലെ ഖലീഫമാരും അവിടുന്ന് അങ്ങോട്ടുള്ള അനുചരന്മാരും ഒക്കെ ആയിട്ട് എഴുതിയും പ്രവർത്തിച്ചും ഭരിച്ചും കാണിച്ചു തന്നിട്ടുള്ള ഇസ്ലാമിന്റെ സമാധാന മാതൃകയും അത് മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഈ കാരുണ്യത്തെ മനസ്സിലാക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴും നമുക്ക് പലപ്പോഴും ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ സ്ഫോടന ശബ്ദങ്ങൾ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒക്കെ കേൾക്കുന്നുണ്ട്, പല ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിലെ സമാധാനം മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കാരുണ്യം മനസ്സിലാക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷെ എന്തുകൊണ്ടോ അത് മനസ്സിലാവാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ പെൺകുട്ടികൾ ചോദിച്ച ചോദ്യത്തിന് അക്ബർ ഇതിങ്ങനെ ഉത്തരം പറയുന്നതാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. എന്നിട്ട് അവസാനം കുറ്റം ആർക്കാന്നറിയോ? ഉസ്താദ്മാർക്ക്. പടച്ചവനെ കുറിച്ചുള്ള ഒരു സങ്കല്പം ഖുർആൻ പഠിപ്പിക്കുന്നത് വേണ്ട രൂപത്തിൽ സമൂഹം ഉൾക്കൊള്ളാത്തതുകൊണ്ടോ അറിയാത്തതുകൊണ്ടോ ഉണ്ടാവുന്ന ഒരു സംശയമാണിത്. അതെ, അതാണ് ഞാനും പറഞ്ഞത്. കൃത്യമായിട്ട് അത് മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഇസ്ലാമിന്റെ സമാധാനം മനസ്സിലാക്കിയാൽ അള്ളാഹിന്റെ കാരുണ്യം പെട്ടെന്ന് മനസ്സിലാവും. ഇനി അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം മനസ്സിലാക്കി തരികയാണ് ഇവിടെ. ചോദിച്ച ചോദ്യം കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു എങ്ങനെയാണ് ഇങ്ങനെ ക്രൂരമായ ശിക്ഷകളൊക്കെ നടത്തുന്നത് എന്നതാണ്. അപ്പോൾ ഒന്ന്, അള്ളാഹിന്റെ കാരുണ്യം മനസ്സിലാക്കണം. രണ്ട്, ഈ ശിക്ഷയും കാരുണ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായി? അള്ളാഹ് എന്ത് കാണിച്ചാലും, പണ്ട് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞില്ലേ, അള്ളാഹ് മുഹമ്മദ് നബി 1000 തല അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യമാണ്. അങ്ങനെ മനസ്സിലാക്കണം. അത് എങ്ങനെയപ്പോൾ ഞാനിത് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യേണ്ടത് ആ കുട്ടികൾക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാമെന്ന് എനിക്കറിയില്ല. അതേ പ്രശ്നം അക്ബർ സാഹിബിനുണ്ട്. എന്തായാലും അക്ബർ സാഹിബ് കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കാൻ കെൽപ്പുള്ള ആളായതുകൊണ്ട് അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചു തരും. യഥാർത്ഥത്തിൽ നമ്മളോട് നിർബന്ധമായും 17 തവണ ആവർത്തിക്കാൻ പറഞ്ഞൊരു സാധനമുണ്ട്. എന്താണ്? ഫാത്തിഹ അല്ലെ? നിർബന്ധമായും ഒരു മുസ്ലിം 17 തവണ ആവർത്തിച്ചിരിക്കണം ഫാത്തിഹ. ഫാത്തിഹയിൽ നമ്മളെ പടച്ചോൻ പഠിപ്പിക്കുന്ന പടച്ചോൻ ആരാണെന്നുള്ള കൃത്യമായ ബോധമാണ്. ആ ബോധം നമ്മൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ സംശയം വരില്ല. ഒന്നാമതായിട്ട് അൽഹംദുലില്ലാഹി റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പോൾ റബ്ബുൽ ആലമീന് ഹംദ് അർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് സ്തുതി അർപ്പിക്കുകയാണ്. റബ്ബുൽ ആലമീനായിട്ടുള്ള തമ്പുരാനെ സ്തുതിക്കുകയാണ്. അപ്പം ഓരോ തവണയും ഫാത്തിഹ സൂറത്ത് ഓരോ നിസ്കാരങ്ങളിലായിട്ട് 17 തവണ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് എല്ലാ നിർബന്ധമായ നമസ്കാരങ്ങളുടെയും റക്അത്തുകളുടെ എണ്ണം ചേർത്ത് വെച്ചാൽ 17 കിട്ടും. അപ്പോൾ ഓരോ റക്അത്തിൽ ഒരു ഫാത്തിഹ എന്ന തോതിൽ ഏറ്റവും മിനിമം ഒരു മുസ്ലിമായ മനുഷ്യൻ 17 ഫാത്തിഹ ഓതും. ഈ 17 ഫാത്തിഹയിലായിട്ട് അതിൻ്റെ ബിസ്മിയും പിന്നെ അതിൻ്റെ താഴത്തേക്കുള്ളതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് തവണ നമ്മൾ കാരുണ്യവാനായ അള്ളാഹു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു കാരുണ്യവാനാണ് എന്ന് ഖുർആനിൽ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നും ഫാത്തിഹ സൂറത്തിൽ തന്നെ അത് ഉണ്ട് എന്നും ഓരോ ബിസ്മിയിലും അത് റഹ്മാനും റഹീമുമാണ് എന്ന് പറയുന്നുണ്ടെന്നും അതാണ് അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഖുർആൻ ദൈവികമാണ് എന്നതിന് തെളിവ് ചോദിച്ച് അക്ബർ സാഹിബ് പറഞ്ഞൊരു മറുപടിയാണ്. അതെന്താന്ന് വെച്ചാൽ ഖുർആനിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഗൗരവമായിട്ട് മനസ്സിലാക്കണം, വിശ്വാസികൾ അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെതാണ്, ദൈവികമാണ് എന്നതിനുള്ള തെളിവ് അത് ഖുർആനിൽ തന്നെ പലതവണ എഴുതി വെച്ചിട്ടുണ്ട്, പല ആവർത്തി അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനും മേലെ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? എന്നതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യം യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യം അല്ലെങ്കിൽ അള്ളാഹുവിനെ തന്നെ പരിചയപ്പെടുത്തുന്നത്, ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് എന്ന് പറയുന്നത് പോലെ
കാരുണ്യവാൻ എന്നാണ്. അത് സൂറത്ത് ഫാത്തിഹയിലുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനി റഹീം. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ കിട്ടും എന്നാണ് അക്ബർ പറയുന്നത്. അപ്പോൾ കാരുണ്യവാനായിട്ടുള്ള റബ്ബുൽ ആലമീനായിട്ടുള്ള അള്ളാഹുവിനെ സ്തുതിക്കുക എന്നതാണ് ഒന്നാമത്തെ ഭാഗം. ആ ഭാഗം ഒന്നുകൂടി അദ്ദേഹം വിശദീകരിച്ചു തരും. നമുക്ക് അതിൽ ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട്. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായ പ്രപഞ്ചത്തിലെ നമുക്കറിയുന്നതും അറിയാത്തതുമായ നമ്മുടെ അനുഭവത്തിൽ വരുന്നതും ഇല്ലാത്തതുമായ എല്ലാറ്റിനെയും പടക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പടച്ചാണ്. ആ പടച്ചവൻക്ക് ഹംദാണ് പറയുന്നത്. ഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതിയാണ്. സ്തുതി എന്ന് പറഞ്ഞാൽ പോരാ, ഹംദ്. അറബിയിലെ സ്തുതിക്ക് സനാ എന്ന് പറയും, അതേപോലെ മദ്ഹ് എന്ന് പറയും, ഹംദ് എന്ന് പറയും. സനാവും മദ്ഹും എന്നും കേവലം സ്തുതിക്കലാണ്. ഹംദ് എന്ന് പറഞ്ഞാൽ കൃതജ്ഞതയോടുകൂടിയുള്ള സ്തുതിക്കലാണ്. അഥവാ മനസ്സിൽ നന്ദിയോടുകൂടി സ്തുതിക്കുമ്പോഴേ ഹംദാവുള്ളൂ. ഇതന്നെയല്ലേ സാഹിബ് മറ്റേ കുട്ടികൾ ചോദിച്ചത്? ഇതൊരു വലിയ രാജാവിന്റെ ഫീലാണ്. ഭയങ്കര ഭീകര രൂപം പൂണ്ട, അല്ലെങ്കിൽ തീവ്ര സ്വഭാവമുള്ള, അല്ലെങ്കിൽ ഭയങ്കര കാർക്കശ്യക്കാരനായിട്ടുള്ള ഒരു രാജാധികാരിയുടെ, ഒരു രാജാവിന്റെ ഒരു ഫീലാണ് അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇങ്ങനെ സ്തുതിക്കുമ്പോൾ പ്രീതിപ്പെടുകയും അനുസരിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഭീകര രൂപിയായിട്ടുള്ള രാജാവിന്റെ ചിത്രമാണ് എന്നാണ്. അപ്പൊ ഇത് സ്തുതിക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റബ്ബുൽ ആലമീനെ സ്തുതിക്കുക എന്നാണ്, നന്ദിയോടെ സ്തുതിക്കുക എന്ന് പറയുന്നത്. ആ പെൺകുട്ടികൾ ചോദിച്ച ചോദ്യത്തിൽ അവരുടെ നിഗമനം ശരിയാണെന്നിടത്തേക്കാണ് നിങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. എന്തായാലും നമുക്ക് കാരുണ്യത്തിലേക്ക് പോകാം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ റബ്ബിനെ ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുന്നു എന്ന് പറയുമ്പോൾ, സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ, അവിടെ അവന്റെ പ്രവർത്തനങ്ങളിൽ മുഴുവനും നന്മയുണ്ട് എന്നുള്ള വലിയൊരു ബോധമുണ്ട്. കാരണം അവനെ നന്ദിയോടുകൂടി സ്തുതിക്കണമെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ഈ പ്രപഞ്ചത്തിൽ അതെല്ലാം നന്മയാണെന്നുള്ള ബോധമുണ്ട്. എന്തൊക്കെയാണ് സാഹിബ് നിങ്ങൾ പറയണത്? നന്ദിയോടെ സ്തുതിക്കണം എന്ന് നിർബന്ധമാണല്ലോ. അതിപ്പോ ഇത് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ചെയ്യണ്ടേ? അവൻ ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടുന്നതൊക്കെ നന്മയാണ് എന്ന് നമ്മൾക്കൊരു ബോധം ഉണ്ടായിട്ടാണോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത്? അല്ലല്ലോ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുമ്പോഴും, അള്ളാഹു എന്ന ദൈവത്തിന്റെ ന്യൂനതകൾ മുഴുവൻ മനസ്സിലാക്കുമ്പോഴും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. നിർബന്ധമല്ലേ അത്? അല്ലാതെ ആർക്കാണ് ഇതൊക്കെ കൂടെ ബോധ്യപ്പെട്ടിട്ടുള്ളത്? എന്ത് നന്മ ബോധ്യപ്പെട്ടു എന്നാണ്? അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ അള്ളാഹു കാണിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങളും നിഅമത്തും കണ്ട് മനം നിറഞ്ഞിട്ട് നന്ദിയോടെ സ്തുതിക്കുകയാണ് എന്ന് പറയുന്നത് വാദം ഒന്നാമത് തെറ്റ്. രണ്ടാമത് അങ്ങനെയാണെങ്കിൽ പോലും ആ സ്തുതി ആഗ്രഹിക്കുന്ന ഒരു രാജാവിന്റെ, ഒരു ഉടമസ്ഥന്റെ മനോഭാവം അള്ളാഹുവിൽ പ്രകടമാണ് താനും. പിന്നീട് നമ്മളോട് പറയാൻ റഹ്മാൻ റഹീം എന്നാണ്. റഹ്മാനും റഹീമും കാരുണ്യത്തിന്റെ രണ്ട് തലങ്ങളാണ്. ഈ ഭൂമിയിൽ പൂർണ്ണമായും കാരുണ്യം മാത്രം ചെയ്യുന്നവനാണ് ഒന്ന്. മറ്റേത് പരലോകത്ത് അർഹതപ്പെടുന്നവർക്ക് കാരുണ്യം കൊടുക്കുന്നവനാണ്. വിശദീകരിക്കേണ്ടതാണ്, ഞാനങ്ങനെ വിശദീകരിക്കാം. ഇത് രണ്ടും കഴിഞ്ഞിട്ട് മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്നുള്ളൂ. ഇത് രണ്ടും ഉൾക്കൊണ്ട ആൾക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ യൗമുദ്ദീനെ പോലും യഥാരൂപത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതെ. പിന്നെ ഉള്ളത് ഇപ്പൊ റഹ്മാനും റഹീമാണ്. റഹ്മാനും റഹീമാണ് ആകെ ഉള്ളത്. അള്ളാഹ് കാരുണ്യവാനാണ് എന്നതിന് ആകെയുള്ള തെളിവ് എന്താ വെച്ചാൽ റഹ്മാനും റഹീമാണ്. അത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞിട്ട് റഹ്മാനും റഹീം ഉണ്ട്. പിന്നെ ബിസ്മില്ലാഹിൽ എല്ലാ ബിസ്മിയിലും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഉണ്ട്. ഈ റഹ്മാൻ റഹീമാണ് ഇതിന്റെ ടെക്നിക്ക് മൊത്തം കിടക്കുന്നത്. റഹ്മാൻ റഹീം പറഞ്ഞാൽ, റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് പരിധിയില്ലാതെ കാരുണ്യം, പ്രവർത്തനം നോക്കാതെ കാരുണ്യം, ബലാലിനും ബർക്കത്ത് കൊടുക്കുന്ന തരത്തിലുള്ള കാരുണ്യം. അതുകൊണ്ടാണ് ഇവിടെ ഇസ്ലാമിന് പുറത്തുള്ള ആളുകൾ ദൈവത്തിന്റെ അനുഗ്രഹം സിദ്ധിച്ച് ഇവിടെ ജീവിക്കുന്നത് എന്നാണ് ഇസ്ലാമിന്റെ വാദം. അതേ സമയത്ത് ഈ ജീവിതം കഴിഞ്ഞിട്ട് വേറൊരു ജീവിതമുണ്ട്, വരാനിരിക്കുന്ന ഒരു പരലോക ജീവിതം. അതാണ് നമ്മളെ മെയിൻ. ആ പരലോക ജീവിതത്തിൽ അവിടെ തെരഞ്ഞു പിടിച്ച് മാത്രം കാരുണ്യം. മനസ്സിലായ? അപ്പൊ ഈ കാരുണ്യം രണ്ടായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പരലോകത്തെത്തിയിട്ട് കാരുണ്യം കൊടുക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരാണ്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു തരും. ആ കാരുണ്യം കിട്ടും എന്ന് ഉറപ്പിച്ചുകൊണ്ട് അതിനനുസരിച്ച് ആ കാരുണ്യം കിട്ടാൻ വേണ്ടി, ആ കാരുണ്യം കിട്ടുന്നവരിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മളിവിടെ ജീവിക്കാം. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് കാരുണ്യവാനാണ്. അപ്പൊ അവിടെയും കാരുണ്യം, ഇവിടെയും കാരുണ്യം. ഇതിൽ പെടാതെ പോയ ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യമുണ്ട്. ആ കാരുണ്യത്തിന് അദ്ദേഹം പ്രത്യേകമായ സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ പല സംവിധാനങ്ങളുണ്ട്. അതും കാരുണ്യാണ് കേട്ടോ. കാരണം അത്തരം ആളുകൾക്ക് ആ കാരുണ്യം എന്ന് പറയുന്നത് സ്വർഗ്ഗമാണ്. ഇവിടെ വിശ്വാസികൾക്കുള്ള കാരുണ്യം സ്വർഗവും, അവിശ്വാസികൾക്കുള്ള കാരുണ്യമായിട്ട് തന്നെയാണ് നരകവും വരിക. അതെങ്ങനെയാന്നൊക്കെ അദ്ദേഹം വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരും. ആ കുട്ടികൾ ചോദിച്ച ചോദ്യത്തിന്റെ തെല്ലത്തൂടി നമ്മളില്ലേ ഈ ചെറിയ വയലിന്റെ കരയിലുള്ള വരമ്പത്തൂടി ഓടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സീനിലാണ്
അക്ബർ സാഹിബ് ഈ ഭാഗത്ത് പോകാൻ പോകുന്നത് നിങ്ങൾ കേട്ടോ. അപ്പോൾ കാരുണ്യവാൻ പടച്ചോനിൽ നിന്നുള്ളതെല്ലാം കാരുണ്യം, പടച്ചോന്റെ കാരുണ്യത്തിന്റെ പൂർണ്ണമായ പ്രകാശനം നടക്കുന്നത് പരലോകത്ത്. അങ്ങനെയുള്ള കാരുണ്യവാനായ ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന ദുരിതങ്ങൾ പോലും പ്രയാസങ്ങൾ പോലും ആത്യന്തികമായി കാരുണ്യമാണ് എന്ന് പഠിപ്പിച്ച, പടച്ചോൻ ഭൂമിയെ പ്രപഞ്ചത്തെ സൃഷ്ടികളെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പഠിപ്പിച്ച കാരുണ്യവാനാണ് അള്ളാഹു എല്ലാ അർത്ഥത്തിലും പഠിപ്പിച്ചതിന് ശേഷം. അതെ, അത് പഠിപ്പിച്ചതിന് ശേഷമാണ് ആ കാരുണ്യം കിട്ടാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പറഞ്ഞത്. അപ്പൊ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർ ഇവിടെ ലോകത്ത് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളും അള്ളാഹിന്റെ കാരുണ്യമാണെന്ന് മനസ്സിലാക്കണം. ഇപ്പൊ കോവിഡ് വന്നു, അള്ളാഹുവിന്റെ കാരുണ്യമാണെന്ന് മനസ്സിലാക്കണം. ഭീകരമായിട്ടുള്ള അപകടങ്ങൾ നടക്കും, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവും, ദുരന്തങ്ങൾ ഉണ്ടാവും, അത് അള്ളാഹുവിന്റെ കാരുണ്യമാണെന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറഞ്ഞത് ഒരു വെറൈറ്റി കാരുണ്യമാണ്, മനസ്സിലായി? അതിന് നമുക്ക് ചില ചിത്രങ്ങൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആ കാരുണ്യത്തിന്റെ ആ ഒരു ആഴം മനസ്സിലാവാത്തത് കൊണ്ടാണ് പല ദൃശ്യങ്ങൾ നമുക്ക് കണ്ടിരിക്കാൻ കഴിയാത്ത, പല ദുരന്തങ്ങളുടെ കാഴ്ചകൾ നമുക്ക് കണ്ടിരിക്കാൻ കഴിയില്ല, നമുക്ക് താങ്ങാൻ കഴിയില്ല. അതേപോലെ തന്നെ ചില വാർത്തകൾ, ചില വിവരങ്ങൾ നമുക്കത് വായിച്ചു പോകാൻ പറ്റില്ല, നമ്മുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവും. എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര ആഴത്തിലാണോ അത്രയും രീതിയിൽ അതിനെ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് നമ്മൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഒരു വലിയ ദുരന്തം നടക്കുന്നു, ആയിരക്കണക്കിന് ആളുകൾ പിന്നെ നിസ്സഹായരായിട്ട് കൊല ചെയ്യപ്പെടുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇറങ്ങുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്കതൊക്കെ ആസ്വദിക്കാൻ പറ്റും. അത് ഒരു പ്ലേഗ് ആയാലും, ഒരു കോവിഡ് ആയാലും, ഒരു സുനാമി ആയാലും, അതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യങ്ങളാണല്ലോ. കാരണം അള്ളാഹു റഹ്മാനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ളവർക്ക് കാരുണ്യം മാത്രം കൊടുക്കും. അത് അവരുടെ നന്മയും തിന്മയൊന്നും നോക്കാതെ കാരുണ്യം അങ്ങനെ വാരിക്കോരി കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ചില സമയത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യമായിട്ടാണ് അള്ളാഹ് ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു തരുന്നത്. ചിലപ്പോൾ അള്ളാഹിൻ്റെ കാരുണ്യം കൺട്രോൾ ഇട്ടു പോകും. അങ്ങനെ കൺട്രോൾ വിടുന്ന കാരുണ്യമാണ് ചിലപ്പോൾ വെള്ളപ്പൊക്കത്തിലേക്കും പേമാരിയിലേക്കും ഒക്കെ നയിക്കുന്നത്. അപ്പോഴും അത് കാരുണ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ആ മനസ്സ് അതിനനുസരിച്ച് പാകപ്പെടുത്തി ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ആജാതി ഒരു കാരുണ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹിൻ്റെ കാരുണ്യം. ഡൽഹിയൊക്കെ വെള്ളത്തിലാണ്, യമുന കരകവിഞ്ഞൊഴുകി, അവിടെ പ്രളയമാണ്, ഭയങ്കര കുറേ ദിവസങ്ങളായിട്ട് അവിടെ മനുഷ്യർ ദുരിതത്തിലാണ്. അപ്പം ആ ദുരിതം അള്ളാഹുവിൻ്റെ കാരുണ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നമ്മുടെ വിശ്വാസത്തിൻ്റെ പോരായ്മയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹു കാരുണ്യവാനല്ലേ? ഈ ലോകത്ത് എല്ലാവർക്കും കാരുണ്യമായില്ലേ? ഇനി പരലോകത്തെത്തുമ്പോൾ അത് അക്ബർ സാഹിബ് പറഞ്ഞുതരും. ഈ കാരുണ്യം പക്ഷേ മനുഷ്യരെ നിങ്ങൾ തിന്മ ചെയ്യാൻ കാരണമാകരുത്. കാരണം നിങ്ങളുടെ തിന്മകൾക്ക് കൃത്യമായി പ്രതിഫലം ലഭിക്കുന്ന ഒരു ലോകമുണ്ട്. അപ്പൊ ഇത്രയും കാരുണ്യം നിങ്ങളെ കണ്ണിന്റെ മുമ്പിൽ കാണുമ്പോൾ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്? തിന്മ ചെയ്യരുത്. ഉദാഹരണത്തിന് ഒരു കുട്ടീനെ ദത്തെടുക്കുകയാണ്. ദത്തെടുത്തിട്ട് അതെൻ്റെ കുട്ടി തന്നെയാണ്, എൻ്റെ കുട്ടീനെ പോലെ ഞാൻ പരിഗണിക്കാൻ പോവാണ്. എൻ്റെ ആൺമക്കൾക്കുള്ളത് പോലെ തന്നെ ഒരു പെൺകുട്ടീനെ നമ്മൾ ദത്തെടുത്ത ഒരു പെൺകുട്ടിയെ വളർത്തിയിട്ട് എൻ്റെ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരുപോലെ എൻ്റെ അനന്തരാവകാശം അവർക്കിടയിൽ വീതിച്ചു കൊടുക്കും. ഞാൻ എൻ്റെ മകന് കൊടുക്കുന്ന എല്ലാ സ്നേഹവും പരിചരണവും പരിഗണനയും ഈ ദത്തെടുത്ത് വളർത്തിയ പെൺകുട്ടിക്കും കൊടുക്കും എന്നൊരാൾ തീരുമാനിച്ചാൽ അത് തിന്മയാണ്. മനസ്സിലായി? ഇത് കുറച്ചൊന്ന് ആലോചിച്ചാൽ മതി. എല്ലാം പ്രശ്നം വലിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ആ പെൺകുട്ടികൾ ചോദിച്ച അത്രയും ഒരു വെറുതെ ആലോചിച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുത്. ഇത്രയൊക്കെ കാരുണ്യം അള്ളാഹ് നിങ്ങളുടെ ചുറ്റിലും കാണിച്ചു തന്നിട്ടും നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുത് എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ നിങ്ങൾ തിന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നിങ്ങൾ പരലോകത്തെത്തുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. ആ ശിക്ഷയും കാരുണ്യമാണ്. അതെങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരും. ആ ലോകത്തെ പ്രതിഫലത്തെ കുറിച്ചുള്ള ആയത്തുകൾ, ആ ഹദീസുകളും ആയത്തുകളുടെയും പിന്നെ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ അറിവ് വെച്ചുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ പാടില്ല. പൊന്നാര അക്ബർ സാഹിബ്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ ജനിച്ചിട്ടുള്ളത്? നിങ്ങളെ വിശ്വാസം അനുസരിച്ച് അള്ളാഹ് പറഞ്ഞയച്ചിട്ടുള്ളത് ഈ ഭൂമിയിൽ ജീവിക്കാനല്ലേ? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളോട് കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങളുടെ യുക്തി നിങ്ങൾ ആലോചിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് യുക്തിയാണ്? എന്ത് ലോജിക്കാണത്? അള്ളാഹു കാരുണ്യം തരും, നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രതിഫല നാളുണ്ട് എന്ന് പറയുമ്പം അവിടെ പ്രതിഫലം കിട്ടും എന്ന് മാത്രം വിചാരിച്ചാൽ മതിയോ? അള്ളാഹ് കാരുണ്യവാനാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതിയോ? എന്താണ് കാരുണ്യം, എങ്ങനെയാണ് കാരുണ്യം, അത് നിങ്ങൾ ആലോചിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുള്ളത്. ഞാൻ 1-2 ഉദാഹരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ. അത് തന്നെയാണ് അക്ബർ സാഹിബ് പറയുന്നത്. അത്ര ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ല, പിന്നെ ഈ ചോദിച്ച സംശയങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളുടെ തിന്മകൾ അതിന്റെ വലുപ്പം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാകുക പലപ്പോഴും അതിന്റെ ഇമ്പാക്ട് നമുക്ക് മനസ്സിലാവുമ്പോഴാണ്. ശരിയാണ്, നമുക്ക് അതിന്റെ ഇമ്പാക്ട് മനസ്സിലാവുമ്പോഴാണ്. പക്ഷെ പടച്ചോൻ അങ്ങനെയല്ല. പടച്ചോനത് മുൻകൂട്ടി അറിയാം. എന്ത്
പടച്ചോൻ ചെയ്ത കാര്യങ്ങളുടെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്ന് പടച്ചോൻ അത് ചെയ്യുന്നതിന് മുമ്പേ അറിയാം. ഓക്കെ, അപ്പം നമ്മളിവിടെ ചെയ്ത കാര്യങ്ങളുടെ ഇമ്പാക്റ്റ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് നാളെ ഈ ചെയ്ത തിന്മകളുടെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ശിക്ഷ എന്നാണ് ഈ പറയുന്നത് കേട്ടോ. ആ ശിക്ഷ നമുക്ക് ലഭിക്കുക എന്നത് അള്ളാഹിന്റെ കാരുണ്യാണ്. ഇത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാവാൻ വലിയ പ്രയാസം ഉണ്ടാവും. ഒന്നുകൂടി വിശദമായിട്ട് അക്ബർ സാഹിബ് പറഞ്ഞുതരും, 2 ഉദാഹരണം പറഞ്ഞുതരും. അതിന്റെ ഇമ്പാക്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒരു ചെറിയ മെസ്സേജ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ആ മെസ്സേജ് വഴി ഒരു കുടുംബം തകർന്നിട്ടുണ്ടാവും, ആ മക്കൾ മുഴുവൻ അനാഥമായിട്ടുണ്ടാവും, ആ ചിലപ്പോ തലമുറകളായി ആ ഒരു സ്ത്രീ അതുവഴി നരകിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടാവും? ഇല്ല, നിങ്ങൾ പറഞ്ഞിടത്തൊന്നും മനസ്സിലാവാത്ത ചില കാര്യങ്ങളുണ്ടാവും. ചില ആൾക്കാരുണ്ട്, ഈ അക്ബർ സാഹിബ് പറഞ്ഞിടത്ത് മനസ്സിലാവുന്ന കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മുടെ ചാനലിൽ ഈ കമന്റ് ബോക്സിൽ ഇരിക്കുന്ന കുറെ ആൾക്കാർക്ക് അതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വേറെ 1-2 ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ചിലപ്പോൾ വെറുതെ ഒന്ന് മകനെ കാണാൻ വേണ്ടി വീട്ടിൽ പോയതായിരിക്കും. വെറുതെ ഇരിക്കുമ്പോൾ മകന്റെ വിശേഷങ്ങൾ അറിയാം, അല്ലെങ്കിൽ മകനോടൊരു കാര്യം ഏൽപ്പിക്കാന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വളർത്തു മകനായിരിക്കാം, കുഴപ്പമില്ല. അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു ചെറിയ കാറ്റടിച്ചതായിരിക്കാം, ചെറുതൊരു കാറ്റ്. അതിൻ്റെ ഇമ്പാക്റ്റ് ചിലപ്പോൾ ഒരു കുടുംബം തകർന്നതിലേക്കായിരിക്കാം, ഒരു വ്യവസ്ഥിതി തകർത്ത് വേറൊരു വ്യവസ്ഥിതി അവിടെ കൊണ്ടുവരുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. ചരിത്രത്തിൽ അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുവഴി വേറെ കുറെ കുട്ടികൾ അനാഥരായിട്ടുണ്ടാവാം. കാരണം ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് ദത്തെടുത്ത മക്കൾ യഥാർത്ഥ മക്കളല്ല എന്ന് ഈ പറയപ്പെടുന്ന കുടുംബ തകർച്ചയുടെ ഭാഗമായി ചിലപ്പോൾ തീരുമാനം എടുക്കേണ്ടി വന്നേക്കാം. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കേണ്ടി വന്നേക്കാം, ഒരു സാമൂഹ്യ ക്രമം സൃഷ്ടിക്കേണ്ടി വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ കേവലം ഈ കാറ്റടിച്ച വീട്ടിലുള്ള ദത്തുപുത്രൻ മാത്രമല്ല ദത്തുപുത്രനല്ലാതായി മാറുന്നത്, എല്ലാ ദത്തുപുത്രന്മാരും ദത്തുപുത്രന്മാരല്ലാതായി മാറും. അപ്പം കാലങ്ങളായിട്ട് പുത്രനോട് തുല്യമായ സ്നേഹവും പരിചരണവും കൊടുത്ത് ഉമ്മയും മകനുമായിട്ട് ജീവിച്ചു വന്നിരുന്ന പല ആളുകളെ സംബന്ധിച്ചും അവർ അനാഥമാക്കപ്പെടും, അവർക്ക് ഉമ്മയിപ്പ് ഇല്ലാണ്ടായി പോകും. അപ്പം അതിൻ്റെ ഇമ്പാക്റ്റ് അവിടെ കൊണ്ട് തീരൂല. അപ്പോൾ ഈ പറയപ്പെടുന്ന ഈ അനാഥമാക്കപ്പെട്ട അല്ലെങ്കിൽ മകനെ നഷ്ടപ്പെട്ട ഉമ്മ വേവലാതിയായിട്ട് ചിലപ്പോൾ പാഞ്ഞ് വീണ്ടും രാജാവിൻ്റെ അടുത്ത് വരും. അപ്പോൾ രാജാവ് എങ്ങനെയെങ്കിലും ഇപ്പോൾ ഇവർ തമ്മിൽ അടുക്കാൻ പാടില്ല എന്നുള്ള ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടി വേറെ ചിലപ്പോൾ മുലപ്പാൽ കൊടുക്കാൻ കൽപ്പിക്കും, ചിലപ്പോൾ മുല കൊടുക്കാൻ കൽപ്പിക്കും. അങ്ങനെ അവർ തമ്മിൽ വീണ്ടും മാതാവ് മകൻ എന്ന രീതിയിലേക്ക് ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി വേറെ ഒരു ആയത്തിറക്കേണ്ടി വരും. ആ ആയത്ത് വെച്ചിട്ട് ചിലപ്പോൾ ഈ രാജാവിൻ്റെ വീട്ടിലെ കൊട്ടാരത്തിലെ രാജ്ഞിമാർ തന്നെ തങ്ങളെ ആരെങ്കിലും വീട്ടിലേക്ക് ചേർത്ത് നിർത്തണമെങ്കിൽ അവരെ വിളിച്ച് മുല കുടിക്കാൻ വേണ്ടി അറേഞ്ച്മെന്റ് ചെയ്യും. അപ്പം അതിൻ്റെ ഇമ്പാക്റ്റ് അങ്ങനെ ചിലപ്പോൾ തലമുറ കൈമാറിപ്പോകും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു നിയമത്തിൻ്റെ കെടുതികൾ ഇപ്പം നോക്കൂ, എന്തൊക്കെ വന്നു ഇതിനകത്ത് ആലോചിക്കണം. ആ ഒരൊറ്റ ചെറിയ മന്ദമാരുതനിൽ തുടങ്ങി 15-16 നൂറ്റാണ്ട് കഴിഞ്ഞാലും കുട്ടികളില്ലാത്ത ഒരാൾക്ക് ഒരു കുട്ടീനെ ദത്തെടുത്ത് വളർത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പം ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അതേപോലെ തന്നെ ഈ പറയപ്പെടുന്ന ഈ ആ മാതാവ് പുത്ര ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത ചെറിയൊരു ടെക്നിക്ക് ഇന്ന് ആളുകളുടെ ഇടയിൽ പരിഹാസ്യമായിട്ടുള്ള ഒരു വിധിയായിട്ട് എഴുതി വെക്കപ്പെടും. അപ്പോൾ അതിന് ഉത്തരം പറയേണ്ടി വരും, അതിന് ന്യായീകരണം ചമക്കേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ നേരിട്ട് കൊടുക്കാനല്ല, സ്പൂണിൽ എടുത്തു കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞ് ഓരോ കഷ്ടപ്പാടാണ് മനുഷ്യന്മാർക്ക് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ കഷ്ടപ്പാട്. അപ്പം ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് അസസ് ചെയ്തിട്ടാണ് ഒരാൾ ചെയ്ത കാര്യത്തിന് നന്മയാണോ തിന്മയാണോ എന്ന് തീരുമാനിക്കുന്നതും അതിന് ശിക്ഷയോ കൂലിയോ ഒക്കെ കൊടുക്കുന്നതും. അള്ളാഹ്ക്ക് പിടിപ്പത് പണിയുണ്ട് എന്തായാലും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, ഇനി ഒരു ഉദാഹരണം കൂടിയും അക്ബർ സാഹിബ് വേണമെങ്കിൽ പറഞ്ഞുതരും. ഇത് ഞാൻ ഭൗതികമായിട്ട് തന്നെ പറഞ്ഞാൽ ഹിരോഷിമയിൽ ഒരു സെക്കൻഡിൽ ഒരു ബോംബിട്ടതിന് ലക്ഷക്കണക്കിന് മനുഷ്യർ ആ സെക്കൻഡിൽ മരിച്ചു. ഇപ്പോഴും അവിടെയുള്ള ഒരുപാട് കുട്ടികൾക്ക് അംഗവൈകല്യമുള്ളവരായി ജനിക്കുന്നു. എന്താണ് ഒരു സെക്കൻഡിൽ ഒരാൾ ചെയ്തൊരു കാര്യമാണ്. അയാൾ കഴിയുന്ന കാര്യത്തിന് പ്രതിഫലം കൊടുക്കുമ്പോൾ ഈ ഒരു സെക്കൻഡ് വെച്ച് അയാൾ ഒരു സ്വിച്ചെല്ലാം അമർത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ഈ ചെയ്ത കാര്യങ്ങളും അയാളുടെ ഇമ്പാക്റ്റും മുഴുവൻ പരിശോധിച്ചിട്ടാവണം അയാൾക്കുള്ള പ്രതിഫലം കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരലോകത്തെ പ്രതിഫലം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് അളക്കാൻ പറ്റില്ല. ഭയങ്കര പ്രതിഫലമായിക്കോടെ. കാരണം എന്താ വെച്ചാൽ പ്രതിഫല നാടിന്റെ ഉടമസ്ഥൻ ഇതൊക്കെ അസസ് ചെയ്യാൻ വേണ്ടി, ഇതൊക്കെ അപ്പപ്പം നോട്ട് ചെയ്യാൻ വേണ്ടി, ഇതൊക്കെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി വലിയ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കേവലമായിട്ട് ഒരാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ ഇമ്പാക്റ്റ് മുഴുവനായി അസസ് ചെയ്തിട്ട് അതിൽ ശിക്ഷ വിധിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എല്ലാ നൂലാമാലന്റെ ഉത്തരവാദി ആരാ? സകല നൂലാമാലന്റെ ഉത്തരവാദി അല്ലേ? ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ഹിരോഷിമ, നാഗസാക്കി എന്ത് പറഞ്ഞാലും ബനൂ ഖുറൈള എന്തെടുത്തോ, ഇതിൻ്റെ ഒക്കെ ഉത്തരവാദി ആരാ? നമുക്ക് വേണമെങ്കിൽ ഹിറ്റ്ലർ ആണെന്ന് പറയാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെന്ന് പറയാം, അല്ലെങ്കിൽ മുഹമ്മദ് നബി ആണെന്ന് പറയാം. അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഉത്തരവാദിയായിട്ടുള്ള പ്രധാന പ്രതി അള്ളയാണ്. മനസ്സിലായോ? അയാൾ ചെയ്ത അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്ത അല്ലെങ്കിൽ ആ സംഭവം ചെയ്ത ഒരു ചെറിയ പ്രശ്നം
അതിൻ്റെ ഇമ്പാക്റ്റാണ് ബാക്കിയൊക്കെ. അതെന്താണ്? അള്ളാഹ്ക്ക് എന്തിൻ്റെ കേടായിരുന്നു മനുഷ്യനെ സൃഷ്ടിക്കാൻ? അള്ളാഹ്ക്ക് എന്തിൻ്റെ കേടായിരുന്നു? അള്ളാഹ്ക്ക് അറിയില്ലേ ഇതിങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന്? അറിയാം. പിന്നെ എന്തിനാ അള്ളാഹ് ഇതൊക്കെ ചെയ്തത്? ജസ്റ്റ് ഫോർ എ ഹൊറർ ആണോ? അങ്ങനെയാണെങ്കിൽ അള്ളാഹ് ചെയ്തതിൻ്റെ ഇമ്പാക്റ്റ് അല്ലേ ഇന്ന് ഈ കാണുന്നതൊക്കെ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും നമുക്കിന്ന്. പരലോകത്ത് ഉള്ള ഒരു സവിശേഷത അവിടെ മാലിക് യൗമുദ്ദീനാണ്. അഥവാ പ്രതിഫലം എന്ന് പറയുന്നത് കൃത്യമായ നിയമപ്രകാരമുള്ള നീതിനിഷ്ഠമായ പ്രതിഫലമാണ്. ഈ ഏത് നിയമം? എന്ത് നീതി? എന്തെന്നാണ് അക്ബർ സാഹിബ് നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് ഇല്ലാത്തത് പറയുന്ന? അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായി അസസ് ചെയ്തിട്ട് നന്മ തിന്മകൾക്ക് അനുസൃതമായിട്ട് പ്രതിഫലം നിശ്ചയിച്ച് അത് നിയമപ്രകാരം കൊടുക്കുന്ന പറഞ്ഞാൽ അള്ളാഹ്ക്ക് ബാധകമാകുന്ന ഒരു നിയമമുണ്ടോ? ഉണ്ടോ? അള്ളാഹുവിനോട് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ? ഇവിടെ എല്ലാ കാര്യങ്ങളും അള്ളാഹ് കൽപ്പിച്ചത് പ്രകാരം തന്നെ ജീവിച്ച ഒരു മനുഷ്യന് അള്ളാഹ് ഉദ്ദേശിച്ച പ്രതിഫലം നൽകും എന്നുറപ്പുണ്ടോ? അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കാത്ത, അല്ലെങ്കിൽ അദ്ദേഹം അള്ളാഹു വിലക്കിയ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് തിന്മയിലായിട്ട് ഇവിടെ ജീവിച്ച ഒരാൾക്ക് അള്ളാഹ് ശിക്ഷ കൊടുക്കുമെന്ന് കൃത്യമായി കണക്കും നിയമം എഴുതി വെച്ച വല്ല പുസ്തകമുണ്ടോ? ഇല്ല. അത് അവിടെ അള്ളാഹ്ക്ക് തോന്നിയതുപോലെയാണ്. പരലോകത്ത് നീതി എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് തൊള്ളി തോന്നിയ പോലെയാണ്. അപ്പം എന്താണോ തോന്നുന്നത്? ഇവിടെ എല്ലാ പ്രശ്നങ്ങളും കാണിച്ച് നടന്ന് ആക്രമിച്ച് ആളുകളെ കൂട്ടക്കൊല ചെയ്ത് നടന്ന ഒരു മനുഷ്യന് അവിടെ ചെല്ലുമ്പോൾ അള്ളാഹ്ക്ക് തോന്നണേ വേണ്ട, ഇവനടുത്ത് നമുക്ക് സ്വർഗത്ത് കിട്ടുകളയാം എന്ന് തോന്നിയവൻ സ്വർഗത്തിലാണ്. ഇവിടെ കാലാകാലം ഓത്തും നിസ്കാരവും നോമ്പുമായിട്ട് നടന്ന ഒരാള് അള്ളാഹ് വിചാരിക്കുകയാണ് വേണ്ട, ഓനക്ക് പ്രതിഫലം കൊടുക്കണ്ടെന്ന്. കിട്ടൂല. അതന്നെ അള്ളാഹിന്റെ നീതി. അള്ളാഹുവിന്റെ ഔദാര്യമാണ് പരലോകത്ത് നന്മകൾക്ക് കിട്ടുന്ന പ്രതിഫലം. അല്ലെങ്കിൽ അക്ബർ സാഹിബ് പറയും അള്ളാഹ്ക്ക് ബാധകമാകുന്ന ഒരു നിയമമല്ല. അള്ളാഹു വാക്ക് പാലിക്കണം എന്ന് നിയമമുണ്ടോ? ഇല്ല. അള്ളാഹ്ക്ക് തോന്നിയാൽ മതി, അള്ളാഹു ഉദ്ദേശിച്ച പോലെ നടക്കും. അതുകൊണ്ടാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്താലും പ്രതിഫലം കൊടുക്കണോ കൊടുക്കണ്ടേന്ന് അള്ളാഹ് തീരുമാനിക്കും. കാരണം എന്താ? മാലിക് യൗമുദ്ദീനാണ്. പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണ്. ഉടമസ്ഥന് തോന്നും പോലെ ചെയ്യാം. ചോദിക്കാനും പറയാനും ആരുമില്ല. ആ പ്രതിഫലം കൊടുക്കുന്നതിന്റെ മുൻപ് മനുഷ്യരെല്ലാം വിചാരണ ചെയ്യപ്പെടും. വിചാരണ എന്തിനാ? പടച്ചവനെ സംബന്ധിച്ചിടത്തോളം പടച്ചവനക്ക് അറിയാം, അല്ലെങ്കിൽ പടച്ചവന് നിങ്ങൾ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണെന്ന് പടച്ചവനക്ക് നിങ്ങളുടെ കർമ്മം അനുസരിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നരകത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളെ വിചാരണ ചെയ്യുന്നുണ്ട്. എന്തിനാണ്? അതാണ് അള്ളാഹിന്റെ കാര്യം. എന്തിനാണ്? നിങ്ങൾ നരകത്തിന് അർഹനാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് വിചാരം. അള്ളാഹ്ക്ക് ഇത് പണ്ടേ അറിയാമെന്നും എം അക്ബർ ദേവാക്കാരനാകുന്നും ലിയാക്കത്ത് മുർത്തദ്ദാവുന്നും എം അക്ബർ വീഡിയോ ചെയ്യുന്നും ലിയാക്കത്ത് അതിനെ റോസ്റ്റ് ചെയ്യുന്നു ഒക്കെ അള്ളാഹ്ക്ക് നേരത്തെ അറിയാം. ജബ്ബാർ മാഷുമായിട്ട് സംവാദം നടക്കുന്നു, അത് കേട്ട് കുറെ എണ്ണം മുർത്തദ്ദാകുമെന്നും അവരൊക്കെ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോകുമെന്നും അള്ളാഹ്ക്ക് അറിയാം. എന്നിട്ട് എന്തിനതൊക്കെ പരീക്ഷണം? ശിക്ഷ ലഭിക്കുന്ന ആൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നീതി നടപ്പിലാക്കിയ പോരാ, അത് നടപ്പിലാക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും വേണം എന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള തത്വമാണ് അവിടെ പാലിക്കപ്പെടുന്നത് എന്നാണ് ഇത് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്നാൽ അവിടെ ചെന്നിട്ട് നരകത്തിലേക്ക് ഇടുന്നതിന് മുൻപ് ഇത് നരകത്തിലേക്ക് വീഴും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പടച്ചോൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഖുർആനും ഈ അള്ളയും ഈ മുഹമ്മദും ഇതൊക്കെ ഒറിജിനൽ ആണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ അള്ളാഹ്ക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ആവുമോ? ഇല്ല. അപ്പൊ അള്ളാഹ്ക്ക് ഇതിനകത്ത് വേറെ എന്തോ സ്ഥാപിത താല്പര്യം ഉണ്ട് എന്നല്ലേ അർത്ഥം? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയൊക്കെ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, കർമ്മങ്ങൾ ചെയ്യുന്നത്, തെറ്റായ കാര്യങ്ങൾ, നരകത്തിലേക്ക് ശിക്ഷ ലഭിക്കാൻ ഉതകുന്ന തരത്തിൽ മനുഷ്യന്റെ ജീവിതം മാറുന്നതിന്റെ കാരണക്കാരൻ ആരാണ്? ഇബ്ലീസ്. അള്ളാഹുവിന്റെ ഫിത്രത്തിലായി ജനിച്ചു വീണ ഒരു മനുഷ്യൻ ആ ദൈവത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് മുന്നോട്ട് പോകാനും ദൈവത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകാനും ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി ഇവിടെ പ്രവർത്തിക്കാനും കാരണക്കാരനായിട്ടുള്ള, അതിന് പ്രചോദനമാകുന്ന, അതിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, അവനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ശക്തിയുടെ പേരെന്താണ്? ഇബ്ലീസ്. ഈ ഇബ്ലീസ് ആരിന്റെ സൃഷ്ടിയാണ്? അള്ളാഹിന്റെ സൃഷ്ടി. അള്ളാഹ്ക്ക് എന്തിന്റെ കേടായിരുന്നു ഇബ്ലീസിനെ പടച്ചുവിടാൻ? ഈ ഇബ്ലീസ് എങ്ങനെ ഉണ്ടായത്? അതും അള്ളാഹിന്റെ ഭാരത്തെ ഒരു എന്താ പറയുക, ഒരു തുരുമ്പ് പ്രവർത്തനം കൊണ്ട്. ഇബ്ലീസ് എന്ന് പറയുന്നത് ജിന്നുകളിൽപ്പെട്ട ഒരാളായിരുന്നു എന്നാണ്. അപ്പൊ ജിന്നിൽ ഇങ്ങനെ പദവി കിട്ടി, ദർജ കിട്ടി അവസാനം മലക്കുകളുടെ ഉസ്താദായിട്ട് ജിന്നിനെ നിയമിച്ചു. അങ്ങനെ ജിന്നിന് അവിടെ സ്ഥാനക്കയറ്റം കിട്ടി, ജിന്നുകളുടെ ഉസ്താദായി. ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അള്ളാഹ്ക്ക് വെറുതെ വറ്റ് എല്ലിൻ്റെ ഇടയിൽ കുത്തി
ആദം നബിനെ സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആദം നബിനെ സൃഷ്ടിച്ച സമയത്ത് അവിടെ മലക്കുകൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇപ്പോൾ ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നതെന്ന്. അപ്പോൾ ഖുർആനിൽ മനുഷ്യന്മാരോട് അള്ളാഹ് എന്താ പറഞ്ഞത്? മലക്കുകളെയും മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹ്ക്ക് ആരാധന ചെയ്യാൻ വേണ്ടി മാത്രമാണെന്നാണ്. അവിടെ തന്നെ അള്ളാഹ് തോറ്റ്. ആരാധന ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ച മനുഷ്യരിലെ ബഹുഭൂരിപക്ഷവും അള്ളാഹ് ഉദ്ദേശിച്ച കാര്യം ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അതാണ് ഇസ്ലാമിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, ബഹുഭൂരിപക്ഷം ആളുകളും നരകത്തിലായിരിക്കുന്നത്. അപ്പൊ അള്ളാഹ് മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് നരകത്തിലിടാനായിരുന്നോ അതോ അള്ളാഹ്ക്ക് ആരാധന ചെയ്യാനായിരുന്നോ? രണ്ട് കാരണങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ ഉദ്ദേശം നരകത്തിലിട്ട് ആളുകളെ പൊരിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുക എന്നതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കും. ഒന്നാമത്തെ കാരണം, മനുഷ്യനെ സൃഷ്ടിച്ച് കിടത്തിയ സമയത്ത്, മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന കാര്യം മലക്കുകളോട് പറഞ്ഞ സമയത്ത് മലക്കുകൾ ചോദിച്ചിട്ടുണ്ട്, അള്ളാഹു എന്തിനാണ് ഭൂമിയിൽ രക്തം ചിന്തുന്ന ഒരു വിഭാഗത്തെ നീ സൃഷ്ടിക്കാൻ പോകുന്നത്? എന്തിനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, പരസ്പരം കൊല്ലുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത്? മലക്കുകൾക്ക് എങ്ങനെയാണ് ഈ വിവരം കിട്ടിയെന്ന് ആർക്കറിയാം? മലക്കുകൾക്ക് ഇതിനു മുമ്പ് വല്ല മനുഷ്യന്മാരെയും കണ്ട് പരിചയമുണ്ടോ? അത് നമുക്കറിയില്ല, കഥയിൽ ചോദ്യമില്ല. എന്തായാലും മലക്കുകൾ ഇക്കാര്യം അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ട്. അള്ളാഹ് കൊടുത്ത ചിലപ്പോൾ അറിവായിരിക്കാം, അറിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അള്ളാഹ്ക്ക് ആ ചോദ്യം ചോദിക്കാതിരിക്കാനുള്ള അറിവും കൂടി കൊടുക്കായിരുന്നു. കാരണം അള്ളാഹ് അതിന് മറുപടി പറയുന്നത് നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയും എന്നാണ്. അപ്പൊ പിന്നെ മലക്കുകൾ പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ ഇഷ്ടം പോലെ ചെയ്താളാ. അങ്ങനെ മലക്കുകളുടെ ആ ഒരു മുന്നറിയിപ്പൊക്കെ മാറ്റിവെച്ച് അതൊന്നും പരിഗണിക്കാതെ അള്ളാഹ് മനുഷ്യനെ സൃഷ്ടിച്ചു, ആദം നബിനെ സൃഷ്ടിച്ചിങ്ങനെ കിടത്തിയിട്ട് പിന്നെ ആദം നബി ഹവ്വ അങ്ങനെയൊക്കെ ആദം നബിനെ സൃഷ്ടിച്ചു. ആദം നബിനെ സൃഷ്ടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിവും കാര്യങ്ങളൊക്കെ കൊടുത്തു ആദം നബിക്ക്. എന്നിട്ട് കൊടുത്തിട്ട് മലക്കുകൾ പറഞ്ഞു, എല്ലാ മലക്കുകളും ആദമിന് സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കണേ, കെണി. അള്ളാഹിന്റെ നിയമം അനുസരിച്ച് അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. സുജൂദ് എന്ന് പറഞ്ഞ ആരാധനയുടെ ഭാഗമാണ്. വിശ്വാസികൾ അത് ശരിക്കും മനസ്സിലാക്കിയാൽ മതി, എല്ലാ പ്രശ്നവും തീരും. സുജൂദ് ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവിന് മുൻപിൽ മാത്രമേ പാടുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ നിയമം. സ്വാഭാവികമായിട്ടും മലക്കുകളെ സംബന്ധിച്ച് അള്ളാഹുവിനെ മാത്രമേ പരിചയമുള്ളൂ, കാരണം അള്ളാഹ് മാത്രമേ ഉള്ളൂ. മലക്കുകൾക്കാണെങ്കിൽ അള്ളാഹിനെ മാത്രമേ അറിയുകയും ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ അള്ളാഹിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് നിയോഗിക്കപ്പെട്ട മലക്കുകളോട് അള്ളാഹ് പറയാണ്, അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യണം. ചെയ്യാൻ പറ്റും? നിങ്ങൾ പറയാം, സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പറ്റും? അത് ആര് പറഞ്ഞാലും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മലക്കുകൾ എന്ത് ചെയ്തു? പക്ഷെ മലക്കുകളെല്ലാവരും സുജൂദ് ചെയ്തു. പക്ഷെ നമ്മുടെ മലക്കുകളുടെ ഉസ്താദായിട്ടുള്ള ജിന്നുണ്ടല്ലോ, ജിന്ന് സുജൂദ് ചെയ്തില്ല. ഇനിയിപ്പോ മലക്കുകൾക്ക് ബാധകമാണ് അള്ളാഹ് അല്ലാത്ത ഒരാളോട് അള്ളാഹ് സുജൂദ് ചെയ്യാൻ പറഞ്ഞാൽ സുജൂദ് ചെയ്യാം എന്ന് മലക്കുകൾക്കൊരു ഇളവുണ്ടെങ്കിൽ പോലും ജിന്നിന് ആ ഇളവുണ്ടാവില്ലല്ലോ. കാരണം ജിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കേണ്ട മനുഷ്യനോട് പോലത്തെ വേറൊരു ജീവി വർഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജിന്ന് എന്ത് ചെയ്തില്ല? സുജൂദ് ചെയ്തില്ല. ജിന്ന് സുജൂദ് ചെയ്യാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഒന്നാമത്തെ കാരണം വിശ്വാസപരമായ കാരണം. കാരണം അള്ളാഹ്ക്കല്ലാതെ വേറൊരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് സുജൂദ് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ എന്ന നിയമം ഇവിടെ ഇബ്ലീസ് എന്ന് നിങ്ങളിപ്പോൾ വിളിക്കുന്ന ഈ ജിന്ന് അനുസരിച്ചു. രണ്ടാമത്തെ കാരണം മലക്കുകളോടാണ് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ അവിടെ ജിന്ന് സുജൂദ് ചെയ്യേണ്ട കാര്യമില്ല. ഈ രണ്ട് യുക്തി പ്രയോഗിച്ചുകൊണ്ട്, ഈ രണ്ട് കാരണം കൊണ്ട് ജിന്ന് സുജൂദ് ചെയ്തില്ല. അക്കാരണത്താൽ ഇബ്ലീസിനെ, അല്ലെങ്കിൽ ഈ ജിന്നിനെ, ഇബ്ലീസിനെ സ്വർഗത്തുനിന്ന് പുറത്താക്കി അവനെ പിന്നെ പുറത്തോട്ട് വിട്ട സമയത്ത് അവൻ അള്ളാഹ് ഒരു വരം കൊടുത്തു. അള്ളാഹ് എൻ്റെ ഈ സൃഷ്ടി ഉണ്ടല്ലോ, ഈ സൃഷ്ടി ഭൂമിയിലേക്ക് പിന്നെ എത്തുന്ന എങ്ങനെയാണ് ജിന്നിന് അപ്പം മനസ്സിലായത്, ഇബ്ലീസിന് അപ്പം മനസ്സിലായത് എന്നുള്ളത് അറിയില്ല, അത് വേറെ ചോദ്യമാണ്. എന്തായാലും ഇബ്ലീസിനെ ആദ്യം സ്വർഗത്തുനിന്ന് പുറത്താക്കുന്നുണ്ട്. ആ പുറത്താക്കിയ ഇബ്ലീസാണ് പിന്നെ ആദം നബിയും ഹവ്വാ ബീവിയും കൂടി സ്വർഗത്തിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ചെന്ന് ഹവ്വാ ബീവിനെ തെറ്റിദ്ധരിപ്പിച്ച് പഴം തിന്നുന്നതും ആദം നബിയും ഹവ്വാ ബീവിയും സ്വർഗത്തുനിന്ന് പുറത്താകാനുള്ള കാരണമാകുന്നതും. അപ്പോൾ അള്ളാഹ് പുറത്താക്കിയ സ്വർഗത്തിലേക്ക് ഇബ്ലീസ് പിന്നെ എങ്ങനെ എത്തി എന്നുള്ളത് വേറെ ചോദ്യമാണ്. ഇതൊക്കെ വേറെ വേറെ ചെറിയ ചോദ്യങ്ങളാണ്. ഇതിനൊക്കെ ചില ഓട്ടയടപ്പൻ മറുപടികൾ ഉണ്ടാവും, അതറിയാതല്ല ഞാൻ പറയുന്നത്. എന്തായാലും ഇബ്ലീസ് എന്ന് പറയുന്ന ഈ സൃഷ്ടിപ്പിലൂടെയാണ് മനുഷ്യർ തെറ്റുകൾ ചെയ്യാൻ, അള്ളാഹുവിന്റെ ആജ്ഞകൾ ധിക്കരിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് ഹവ്വാ ബീവി ആദ്യത്തെ തെറ്റ് ചെയ്യുന്നത്. ഇബ്ലീസിന്റെ പ്രേരണയാണ്. ഇബ്ലീസിന്റെ പ്രേരണ ഇല്ലാത്ത ഒരു തെറ്റു മനുഷ്യന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. കാരണം മനുഷ്യന്റെ ഫിത്രത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന് കീഴ്പ്പെടുന്ന തരത്തിലാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ വാദമാണ്. ഇനി ഇത് പിടിച്ചുകൊണ്ടുപോയിട്ട് നാളെ വയൽ രൂപത്തിൽ എൻ്റെ വീഡിയോ ക്ലിപ്പ് ഇറക്കരുത് എന്നാണ് വിശ്വാസികളോട് പറയാനുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഇബ്ലീസിനെ തുറന്നു വിട്ടു.
തുറന്നു വിടുന്നതിന് മുൻപ് മനുഷ്യനെയൊക്കെ സൃഷ്ടിച്ച് നരകം സൃഷ്ടിച്ച സമയത്ത് അള്ളാഹ്ക്ക് നരകത്തിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ബഹുഭൂരിപക്ഷം ആളുകളെ കൊണ്ടും നിന്റെ വയറ് ഞാൻ നിറക്കും. അത് അള്ളാഹ് നരകത്തിന് കൊടുത്ത വാക്കാണ്. അപ്പൊ 2 കാരണങ്ങൾ കൊണ്ട് ഈ പ്രശ്നത്തിന്റെ ഒക്കെ കാരണക്കാരൻ ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു പ്രതിഫലം നൽകുക എന്ന ഉദ്ദേശത്തിലല്ല മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിച്ച സൃഷ്ടി, ആ സൃഷ്ടിപ്പിന്റെ ആ ഒരു നിർമ്മാതാവിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കുന്നില്ല. ഒന്നുകിൽ അള്ളാഹ് ഒരു പരാജയപ്പെട്ട സൃഷ്ടികർത്താവാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് ഇതിനുള്ളിൽ എന്തോ ഒരു ദുഷ്ടലാക്ക് മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ ദുഷ്ടലാക്കിന് സാധൂകരണം നൽകുന്ന 2 സംഭവങ്ങളാണ്. ഒന്ന്, നരകത്തോട് കൊടുത്തുള്ള കമ്മിറ്റ്മെന്റ്, നിന്റെ വയറ് ഞാൻ നിറച്ചുതരാം എന്നുള്ള വാക്കും. ഇബ്ലീസിനെ സർവ്വ അധികാരങ്ങളും കൊടുത്ത് സർവ്വ അവകാശങ്ങളും കൊടുത്ത് തനിക്ക് ആരാധന നടത്താൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗത്തെ വഴികേടിലാക്കാൻ ഉള്ള സകല അവകാശവും അതിനുള്ള കഴിവും പ്രാപ്തിയും കൊടുത്തിട്ട് മനുഷ്യർക്കിടയിലേക്ക് ഇറക്കി വിട്ടത്. ഈ 2 കാരണങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം മനുഷ്യരെ നരകത്തിലിട്ട് പൊരിക്കുകയും അതുവഴി ആനന്ദിക്കുകയും ചെയ്യുക എന്നതായിരുന്നു എന്ന് വ്യക്തമാണ്. ഇതിന് വേറെ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട, കോമൺ സെൻസ് അപ്ലൈ ചെയ്താൽ ഏത് മനുഷ്യനും മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും ഭാഗം അതല്ലെങ്കിൽ, ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ സ്ഥാപിക്കാനുള്ളവർ സ്ഥാപിച്ചോളൂ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു ആണ്, അല്ലെങ്കിൽ ഒരാൾ ചെയ്ത പ്രശ്നത്തിന്റെ ഇമ്പാക്ട് അത് അസസ് ചെയ്തിട്ടാണ് തെറ്റും കുറ്റവും ശിക്ഷയും പ്രതിഫലവും ഒക്കെ നൽകുന്നതെങ്കിൽ ഏറ്റവും വലിയ തെറ്റുകാരൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹ് ഉണ്ടാക്കി വെച്ച നരകത്തിന്റെ വയറു നിറയുന്ന വലിപ്പത്തിലേക്ക് അള്ളാഹ് രൂപമാറ്റം സംഭവിച്ച് നരകത്തിൽ പോയി കിടക്കേണ്ടത് അള്ളയാണ്, നമ്മളല്ല. ഇനി അതിനും അപ്പുറത്തേക്ക് മനുഷ്യർക്ക് ബുദ്ധി കൊടുത്തു എന്ന് പറയുന്ന അതേ അള്ളാഹ് മനുഷ്യൻ എന്തെങ്കിലും ചിന്തിക്കണമെങ്കിൽ അത് അള്ളാഹ് ഉദ്ദേശിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, എനിക്ക് ഈമാനിലായിട്ട് ജീവിക്കണം, എനിക്ക് സ്വർഗത്ത് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ നടക്കുമോ? അത് അള്ളാഹ് തീരുമാനിക്കണം. അള്ളാഹ് തീരുമാനിച്ചാലേ നടക്കും. അള്ളാഹ് തീരുമാനിച്ചാലോ നടക്കറിയാം, എന്തായാലും അള്ളാഹ് തീരുമാനിച്ചാലേ നടക്കും. അപ്പൊ ഞാൻ ഇന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഈ അള്ളാഹിനെ അള്ളാഹുവിനെ വിമർശിക്കുള്ളൂ എന്നുള്ളത് ഇസ്ലാമിന്റെ വിശ്വാസപ്രകാരം ആര് തീരുമാനിച്ചാണ്? അള്ളാഹ് തീരുമാനിച്ചതാണ്. അള്ളാഹിന്റെ തീരുമാനം, അള്ളാഹുവിന്റെ ഉദ്ദേശം, അള്ളാഹുവിന്റെ അറിവ്, അതിനനുസരിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്കിതൊന്നും അറിയില്ല. അക്ബർ സാഹിബ് പറയണത് എങ്ങനെയാണ് അവിടെ നീതി നടപ്പിലാക്കുക, നിങ്ങൾ ഇവിടെ കുത്തിരുന്ന് ആലോചിക്കരുത് എന്നത് അതുപോലും നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇത്ര നിസാരനായ ഒരു ജീവിയെ ഇത്രയൊക്കെ കെണികൾ ഒരുക്കി വെച്ച് തുറന്നു വിട്ടിട്ട് കെണിയിൽ വീഴുന്നു, ആരൊക്കെ വീഴണം ആരൊക്കെ വീഴണ്ട എന്നുള്ളത് ഈ തുറന്നു വിട്ട ആൾ തന്നെ തീരുമാനിച്ചിട്ട് അദ്ദേഹത്തിന്റെ നിശ്ചയപ്രകാരം കെണിയിൽ വീണ ആളുകളെ പിടിച്ചുകൊണ്ടുപോയി എണ്ണയിലിട്ട് പൊരിക്കുകയും ചട്ടിയിലിട്ട് വറക്കുകയും തീയിലിട്ട് കരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നല്ല എണ്ണം പറഞ്ഞ ഒരു സാഡിസം ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പെൺകുട്ടികൾ പറഞ്ഞ ഒരു രാജാധികാരിയുടെ ഒരു എല്ലാ അധികാരങ്ങളുള്ള ഒരു ഏകാധിപത്യ രാജാവിന്റെ സ്വഭാവമല്ല, നല്ല എണ്ണം പറഞ്ഞ ഒരു സാഡിസ്റ്റിന്റെ ലക്ഷണങ്ങളൊക്കെ അള്ളാഹുവിൽ ഒത്തുചേർന്നിട്ടുണ്ട്. ഇനി അക്ബർ സാഹിബ് ബാക്കി പറയും, നമുക്ക് കേൾക്കാം. നിങ്ങൾ നരകത്തിന് അർഹനാണ് എന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നത്. അല്ല, നിങ്ങൾ പഠിച്ചവനെ നിനക്കെന്തിനാണ് ഇത്രകാലം ജീവിച്ചതിന് ഇത്ര അധികം വലിയ ശിക്ഷ നിങ്ങൾക്ക് പറയാൻ കഴിയാത്ത വിധം നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഗ്രാവിറ്റി, അതിന്റെ അപകടം, അതിന്റെ വലുപ്പം നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ നരകത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകൂ. അപ്പൊ ഇത് അള്ളാഹ് ഈ കാണിച്ചു കൂട്ടിയതിന്റെ ഒക്കെ ഗ്രാവിറ്റി അള്ളാഹ്ക്ക് ബോധ്യപ്പെടുത്താൻ വല്ല സംവിധാനം ഉണ്ടോ? ഇല്ല. കാരണം എന്താ? അതിനപ്പുറത്തേക്ക് വേറെ ആരുമില്ല. അപ്പൊ അള്ളാഹ്ക്ക് എന്തും ചെയ്യാം. അപ്പൊ നമ്മളെ നാളെ നരകത്ത് കൊണ്ടുവരുന്നത് അത് അള്ളാഹിന്റെ കാരുണ്യം. അങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ എവിടുന്ന വരുന്നത്? റഹ്മാനും റഹീമും എന്നാണ് വരുന്നത്. റഹ്മാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റഹീം പരലോകത്തെത്തിയിട്ട് കാരുണ്യ വിതരണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് നമ്മൾ അവിടുത്തെ നീതിയെ നമ്മൾ അളക്കരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നീതി നടപ്പാവും എന്ന് മാത്രമാണ്. അവിടെ അതേപോലെ തന്നെ ഇവിടെയും അവിടെയും എല്ലാം പടച്ചവൻ പൂർണ്ണമായും കാരുണ്യവാനാണ്. ആ കാരുണ്യത്തിന്റെ ഭാഗം മാത്രമാണ് അവന്റെ നീതി. അങ്ങനെയാണ് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായി? അവിടെ നീതി നടപ്പിലാവും. അതെങ്ങനെ ആലോചിക്കരുത്, ഉത്തരം കിട്ടൂല. കാരണം എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. ഏതുപോലെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞല്ലോ, അത് നമുക്ക് മനസ്സിലാവാൻ കഴിയാത്തതുപോലെ തന്നെ നീതി എങ്ങനെയാണ് അവിടെ നടപ്പിലാക്കാൻ മനസ്സിലാക്കാൻ കഴിയില്ല എന്നല്ല അക്ബർ സാഹിബ്. അങ്ങനെ ഒരു നീതി ഇല്ല. അള്ളാഹ് നടപ്പിലാക്കും എന്ന് പറയുന്ന ഒരു നീതി ഉണ്ടല്ലോ, ആ നീതി പോലും നീതിയായിട്ട് പരിഗണിക്കാൻ പറ്റൂല എന്ന് വളരെ ലളിതമാണ്. അപ്പം പല വിശ്വാസികളും ഈ ദൈവവിശ്വാസം
ഉണ്ടാവേണ്ടുന്നതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ജസ്റ്റിസ് നടപ്പിലാക്കപ്പെടാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആത്യന്തികമായ നീതി നടപ്പിലാക്കപ്പെടുക പരലോകത്താണ്, അത് അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ് എന്ന് പറയുന്നിടത്ത് പോലും അങ്ങനെ ഒരു നീതി നടപ്പിലാക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല. ആകെയുള്ളത് അള്ളാഹിൻ്റെ നീതിയാണ്. അള്ളാഹിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഏകാധിപതിയായ ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള ആള് അയാളുടെ ഇംഗിതത്തിനനുസരിച്ച് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്തോ അതൊക്കെ. പണ്ടൊരു സിനിമയിൽ പറഞ്ഞില്ലേ, രാജാവിന് വേണ്ടി കണ്ണീരൊഴുക്കുക, വേദനിക്കുക, അതാണ് രാജാവിനോട് കാണിക്കേണ്ടുന്ന കാര്യം. അതാണ് ആ പ്രജക്ക് രാജാവിൻ്റെ അടുത്ത് കിട്ടുന്ന അനുഗ്രഹം. ഇത്രേ ഉള്ളൂ സംഭവം. ഇനി ഇതിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യരെക്കുറിച്ച് മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ള ബോധനം എന്ന് പറയുന്നത് അടിമത്ത ഭാവമാണ്. സമ്പൂർണമായിട്ട് അള്ളാഹുവിന് അടിമപ്പെടുക എന്നുള്ളതാണ്. ചിന്തയെപ്പോലും അള്ളാഹുവിന് അടിമപ്പെടുത്തുക മാത്രം പോരാ. ആ 6-ാം നൂറ്റാണ്ടിൽ ജനിച്ച് 7-ാം നൂറ്റാണ്ടിൽ ആദ്യത്തിൽ മരണപ്പെട്ടുപോയ അറേബ്യൻ ഗോത്ര നേതാവിൻ്റെ ചിന്തകൾക്ക് തങ്ങളുടെ ചിന്തകളെ അടിമപ്പെടുത്തുക എന്ന ഒരു അടിമത്ത മനോഭാവവും കൂടിയാണ് ഇസ്ലാം മനുഷ്യർക്ക് മുകളിൽ വെച്ചിട്ടുള്ള നിബന്ധന. അപ്പൊ അതുകൊണ്ട് തന്നെ പടച്ചോനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ പ്രസംഗങ്ങളിലോ മദ്രസകളിൽ നിന്നോ പടച്ചോനൊരു ക്രൗര സ്വഭാവമുള്ള ഒന്നാണ് എന്നുള്ളൊരു ധാരണ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തിരുത്തണം. അവിടെ പടച്ചോനെ പറ്റിയ ഖുർആനും ഹദീസുകളും നമുക്ക് പറഞ്ഞു തരുന്നത് പടച്ചോൻ കാരുണ്യമൂർത്തിയാണെന്നുള്ള സന്ദേശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പലതവണയായി പറഞ്ഞ സംഗതിയുണ്ട്. പടച്ചോൻ, ഈ കാരുണ്യവാനായ പടച്ചോൻ മനുഷ്യനെ ശിക്ഷിക്കാൻ പോലും എങ്ങനെ ശിക്ഷിക്കുന്നുള്ളത്. പക്ഷെ ശിക്ഷിക്കുന്നത് പടച്ചോന്റെ കാരുണ്യം അത്ര ഉണ്ടായിട്ടും മനുഷ്യൻ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവൻ അതിന് അർഹനായത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ അത്രേ ഉള്ളൂ കാരുണ്യത്തിനെ കുറിച്ച് നബിയും പറഞ്ഞിട്ട് അള്ളയും പറഞ്ഞിട്ട്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലും മുഹമ്മദിന്റെ ഹദീസുകളിലും അള്ളാഹുവിന്റെ കാരുണ്യങ്ങളെ കുറിച്ച് ഒരു വർണ്ണനയില്ല. വെറുതെ തള്ളി മറിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇസ്ലാമിൽ ആകെയുള്ളത് ഭയമാണ്. ഇദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ ഈ കാരുണ്യം, കരുണ എന്നൊക്കെ. അള്ളാഹു ഇങ്ങനെ കാരുണ്യം ചെയ്യും. റഹ്മാൻ ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. റഹീം എന്ന് പറഞ്ഞാൽ പരലോകത്ത് പ്രതിഫല നാളിന്റെ ഉടമസ്ഥനായിട്ടുള്ള അള്ളാഹു നന്മ തിന്മകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്കിടയിൽ നീതി നടപ്പിലാക്കും. അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ശിക്ഷ ലഭിക്കുന്ന ആളുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പോലും അത് അവർക്ക് ഞങ്ങൾ ഈ ശിക്ഷക്ക് അർഹരാണ് എന്ന് ആഹ്ലാദിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോയി എടുത്തു ചാടുന്ന നിലവാരത്തിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യം അവിടെ പ്രകടിപ്പിക്കും എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ മുമ്പിൽ ഉണ്ടാവേണ്ടത് മനുഷ്യനെ സംബന്ധിച്ച അടിമത്ത ഭാവമാണ് എന്ന് ഞാൻ പറഞ്ഞു. അടിമത്ത ഭാവത്തിനപ്പുറത്തേക്ക് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ റഹീമിന്റെ കാരുണ്യം, റഹീം ആയിട്ടുള്ള അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടണമെങ്കിൽ ഈ മനുഷ്യർ പുലർത്തേണ്ടുന്ന എല്ലാ വിശ്വാസികൾക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു വചനം കൂടി, ഒരു വാക്ക് കൂടി, ഒരു ടേം കൂടി നമ്മളിവിടെ സംസാരിച്ചു പോവുകയാണ്, തഖ്വ. തഖ്വ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എന്താണ് തഖ്വ? തഖ്വ എന്ന് പറയുന്നത് ഭയത്തിൽ അധിഷ്ഠിതമായ ഒരു ഭക്തിയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഗുണം അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്. അപ്പം മനുഷ്യനുണ്ടാവേണ്ടുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹം നാളെ പരലോകത്ത് കിട്ടാൻ മനുഷ്യനുണ്ടാവേണ്ടത് ഒന്ന് സമ്പൂർണമായ അടിമത്തം, വിധേയത്വം. രണ്ടാമത്തത് ഭയം, ഭക്തി. അതിൻ്റെ ഈ ഭയഭക്തിയുടെ വേറെ കുറെ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ഈ ഭയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, ഈ അടിമത്തത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് മനുഷ്യന്റെ മേലിൽ ബാധകമായിട്ടുള്ള കാര്യം. തഖ്വയെക്കുറിച്ച് ഖുർആനിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. തഖ്വ മാത്രമല്ല, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഓർത്ത് കരയുന്നത് അതുപോലും അള്ളാഹുവിൽ നിന്ന് പ്രീതി ലഭിക്കാൻ കാരണമാകും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നരകത്തെക്കുറിച്ച് ആലോചിക്കണം, മരണത്തെക്കുറിച്ച് ആലോചിക്കണം, ശിക്ഷകളെക്കുറിച്ച് ആലോചിക്കണം, നിലവിളിക്കണം, കരയണം. ഇതൊക്കെ തഖ്വയുടെ ലക്ഷണങ്ങളായിട്ടാണ് എണ്ണിപ്പടി. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അള്ളാഹിന്റെ അനുഗ്രഹം, അത് ഞാൻ പറഞ്ഞു, അത് അള്ളാഹിന്റെ ഔദാര്യാണ്. കിട്ടി, പോയാൽ പോയി. അള്ളാഹിനോട് ചോദ്യം പറച്ചിലൊന്നുമില്ലല്ലോ. തന്നോളണം എന്നൊരു ബാധ്യതയില്ല. ഒരു സൃഷ്ടിയോടും ഒരു സൃഷ്ടാവിനും പ്രത്യേകിച്ച് ബാധ്യതയൊന്നുമില്ലല്ലോ, കരാറൊന്നുമില്ലല്ലോ. അതിന് അങ്ങനെ ഒരു ശിക്ഷക്ക് അർഹനാകാതിരിക്കാനാണ് ഹദീസുകളും ആയത്തുകളും നമുക്ക് ആ ശിക്ഷന്റെ ഗ്രേവിറ്റിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. അതൊരിക്കലും തന്നെ ആ ശിക്ഷയെ കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടാനല്ല. ആ ശിക്ഷ അതിന് നിങ്ങൾ അർഹരാകരുത്. നിങ്ങൾ അഥവാ അർഹരാകുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ ഒരിക്കലും അനീതിയോടുകൂടി ആ ശിക്ഷയ്ക്ക് വിധേയമാക്കൂല. നിങ്ങൾ ബോധ്യപ്പെട്ട് നിങ്ങൾ വിചാരണ ചെയ്ത് നിങ്ങൾ 100% അതിന് അർഹരാണ് എന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യം വന്നതിന് ശേഷമാണ് നിങ്ങളെ അങ്ങനെ ഒരു ശിക്ഷ ഉണ്ടെങ്കിൽ ശിക്ഷിക്കോളൂ. എന്തിന്റെ ക്രിമികടിയായിരുന്നു എന്നാണ് ഞാൻ ചോദിക്കണത്. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടത്? അവിടെ സ്വസ്ഥമായിട്ട് മലക്കുകൾ ആരാധനയും കൊടുത്ത് അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി, ഒരു ദൈവം എന്ന് കൂട്ടിക്കോ, ഒരു രാജാവ് എന്ന് കൂട്ടിക്കോ, ആരോ ആയിക്കോട്ടെ, എന്തിനാണ് ഈ മെനകളൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു സൃഷ്ടിപ്പ് നടത്തുന്നത്?
എന്നിട്ട് അതിൽ പരീക്ഷണങ്ങൾ വെക്കുന്നത്? എന്തിനാണ് പിശാചിനെ പറഞ്ഞു വിട്ടത്? എന്തിനാണ് നരകം സൃഷ്ടിച്ചു വെച്ചത്? അള്ളാന്റെ ഉദ്ദേശം വ്യക്തമല്ലേ? എന്നിട്ട് ഇത് നരകത്തിൽ പോകുന്നവനെ ഇതൊക്കെ ബോധ്യപ്പെടുത്തും. ഇത്രയൊന്നും പണിയില്ലല്ലോ. ഈ മനുഷ്യർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാക്കി കൊടുത്താൽ പോരെ? അല്ലെങ്കിൽ ഇത് പൂർത്തീകരിച്ചു കൊടുക്കാൻ വന്ന മുഹമ്മദിന് മനുഷ്യന്മാരെ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള പ്രശ്നമല്ലേ? അതുകൊണ്ടല്ലേ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാവുന്നത്. പിന്നെ ഇബ്ലീസും ഈ ഫിത്ന മുഴുവൻ ഉണ്ടാക്കിയത് അള്ളയാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ ആർക്കും വേണ്ട. പിന്നെ ഇതൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹിന്റെ അനുഗ്രഹം എന്ന് പറയുന്ന സ്വർഗം, ഊറി, നരകം, ഇവ കാര്യങ്ങൾ. അപ്പൊ ഇതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിത്രം. അല്ലാതെ അള്ളാഹു ക്രൂരനായതുകൊണ്ടോ ഒന്നും അല്ല എന്നാണ്. ഇനി എന്താണ് വസ്തുത? അക്ബർ സാഹിബ് ഒന്ന് പറഞ്ഞു തീർക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിച്ചവന്റെ കാരുണ്യത്തെ കുറിച്ച് അവിടെ സംശയിക്കേണ്ട കാര്യമില്ല. അതെ, അതവിടെ സംഭവിക്കും. പിന്നെ ആകെയുള്ള പ്രശ്നം ഇപ്പം ആർക്കാന്നറിയോ? ഉസ്താദ്മാർക്കാണ്. അള്ളാഹിന്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുന്നതിന് പകരം ഈ നരകത്തെക്കുറിച്ചും ഈ ശിക്ഷകളെക്കുറിച്ചും മാത്രം പറഞ്ഞത് കൊണ്ടുണ്ടായ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം ഇത് എന്നുള്ളത് കൊണ്ട് നാളെ മുതൽ എല്ലാ ഉസ്താദുമാരും അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ച്, റഹ്മാൻ റഹീം എന്ന് തുടങ്ങിയിട്ടുള്ള അള്ളാഹുവിന്റെ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് ഇങ്ങനെ ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് ഒഴിവാക്കണം എന്നാണ് അക്ബർ സാഹിബിന്റെ അഭിപ്രായം. നമ്മൾ പരിചയപ്പെടുത്തുന്നിടത്ത് അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതുണ്ട്. ഏത് തന്നെയാണ് ഇപ്പൊ നിങ്ങളെന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ തന്നെ അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നല്ല എൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അത് വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ അക്ബർ സാഹിബിന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് പോലും അങ്ങനെ സംശയം തോന്നിയത് വലിയ പ്രശ്നമാണ്. കാരണം അള്ളാഹിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നാട്ടുകാർക്ക് ഉണ്ടായാൽ വലിയ മേനയാണ്. അത് വലിയ ഫിത്തനായിട്ട് മാറും. അതുകൊണ്ട് അങ്ങനെ അള്ളാഹ് ഒരു ക്രൂരനാണ്, അള്ളാഹ് ശിക്ഷിക്കുന്ന ആളാണ്, നരകമാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് കേവലം ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ പ്രശ്നമാണ്. 10,500 കൊല്ലം മുമ്പ് മുത്തുനബി തുടങ്ങി പഠിപ്പിക്കലാണ് കേട്ടോ. ഖുർആനിലുള്ളത്, ഹദീസിലുള്ളത്, അല്ലാതെ മൗലവിമാർ ഇത് എവിടുന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്? അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹ് നേരിട്ട് ഇറക്കി കൊടുത്ത കിതാബിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി വിശദീകരിച്ചു കൊടുത്തതിലൂടെ അല്ലേ മനുഷ്യന്മാരെ അള്ളാഹിനെ മനസ്സിലാക്കിയത്? ഇതിപ്പോ അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സാഹിബേ? നമ്മൾ പ്രസംഗങ്ങളിലാണെങ്കിലും മദ്രസകളിലാണെങ്കിലും എല്ലാം പഠിച്ചവന്റെ കാരുണ്യം ഖുർആൻ പറഞ്ഞ ഓർഡറിൽ തന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അതിന് വേറെ ഖുർആൻ എഴുതിണ്ടാക്കേണ്ടി വരും അള്ളാഹിന്റെ കാരുണ്യം വിശദീകരിക്കാൻ. അള്ളാഹുവിന്റെ കാരുണ്യവും സ്നേഹവും അള്ളാഹുവിന്റെ ഔദാര്യം എന്ന നിലയിലല്ലാത്ത ഒന്നും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. രോഗം അനുഗ്രഹമാണ്, പരീക്ഷണങ്ങൾ, അസുഖങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ഇതൊക്കെയാണ് അള്ളാഹുവിന്റെ കാരുണ്യം. കാലിൽ മുള്ളു കുത്തിയാൽ പോലും അത് അള്ളാഹിന്റെ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ പിന്നെ അള്ളാഹ് പറയുന്ന കാരുണ്യം എന്ന് പറഞ്ഞാൽ ആ തൂണുകളില്ലാതെ ആകാശത്തെ കുത്തി നിർത്തിയത് കണ്ടില്ലേ, ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് ജലം വർഷിച്ചത് തന്നില്ലേ, ഇങ്ങനെ പ്രകൃതിയിൽ നമുക്ക് ചുറ്റുമുള്ളത് എന്തൊക്കെയാണോ അതാണ് അള്ളാഹിന്റെ കാരുണ്യം എന്നാണ് വാദം. ആ കാരുണ്യം അതിര് വിട്ടുപോകുന്നത് പ്രകൃതി ദുരന്തമായി മാറുന്ന ഘട്ടത്തിലെത്തുമ്പോൾ അത് അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന കാരുണ്യം. ഇങ്ങനെ മനസ്സിലാക്കിയ അള്ളാഹ് കാരുണ്യവനാണ്, പിന്നെ ഒരു പ്രശ്നമല്ല. എന്നാൽ അള്ളാഹുവിനെ മാത്രമല്ല, ഇസ്ലാമിനെ കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, ഈ വിശ്വാസത്തിൽ ആളുകൾ അടിയുറച്ച് നിൽക്കുന്നതിന് വേണ്ടി, വിശ്വാസികളായ ആ വിശ്വാസത്തിന്റെ അടിമത്തത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടി ലോകത്തിന്നോളം മുഹമ്മദ് തൊട്ട്, അള്ളാന്റെ ആണ് ഖുർആനെങ്കിൽ ആ ഖുർആൻ തൊട്ട് ഇങ്ങോട്ട്, മുഹമ്മദിന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് ഇന്ന് വരെയുള്ള ഉസ്താദുമാർ മുഴുവൻ പ്രയോഗിക്കുന്നത്, ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത് അള്ളാന്റെ കാരുണ്യാണോ? വിശ്വാസികളെ നിബന്ധനകളൊക്കെ അനുസരിച്ച് ജീവിക്കാൻ അവരെ നിർബന്ധിക്കാൻ വേണ്ടി ഈ മത നേതൃത്വം ഉപയോഗിക്കുന്നത് അള്ളാന്റെ കാരുണ്യാണോ? പുതിയ ആളുകളെ കോളേജ് ക്യാമ്പസുകളിൽ പോലും പഠിക്കുന്ന കുട്ടികളെ പലതും പറഞ്ഞ് ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാക്കി ഇതിനകത്തേക്ക് ചാടിക്കാൻ വേണ്ടിയിട്ട് ദഅവ പ്രവർത്തകർ, നിച്ച് ഓഫ് ട്രൂത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന ദഅവ മാഫിയകൾക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഈ ദഅവ പ്രവർത്തനത്തിൽ പുതിയ ആളുകളെ വിശ്വാസത്തിലേക്ക് വീഴ്ത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് അള്ളാന്റെ കാരുണ്യാണോ? അല്ല, ഭയമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, അള്ളാഹുവിന്റെ ക്രൗര്യം, നരകത്തിന്റെ ഭീകരത, മരണത്തിന്റെ വേദന, ഖബറിലെ ശിക്ഷ, വേറെ എന്തെന്നാണ് നിങ്ങളുടെ അടുത്തുള്ളത്? ഇത് ഉസ്താദ്മാർക്ക് എവിടുന്ന് കിട്ടുന്നതാ? ഖുർആനിൽ നിന്ന് കിട്ടുന്നത്, ഖുർആനിൽ നിന്ന് കിട്ടുന്നത്, ഹദീസിൽ നിന്ന് കിട്ടുന്നത്. മുഹമ്മദ് നബി പണ്ട് ബുറാഖിന്റെ പുറത്ത് കയറി 7 ആകാശം സഞ്ചരിച്ച് സ്വർഗവും നരകവും കണ്ടുവന്നിട്ട് ആ നരകത്തിന്റെ കാഴ്ചകൾ വർണ്ണിച്ചു കൊടുത്തത്. ഇതൊക്കെ വെച്ചിട്ടല്ലേ മൗലവിമാര് വയലു പറയുന്നത്. അതുവഴിയല്ലേ ഈ കുട്ടികൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് സാഹചര്യം ഒരുങ്ങുന്നത്. എന്നിട്ട് ഇപ്പൊ കുറ്റം പാവപ്പെട്ട ഉസ്താദുമാരെ തല്ലി കെട്ടി വെക്കുക. നരകമാണ് നിങ്ങളുടെ കയ്യിൽ ഇസ്ലാമിനകത്തേക്ക് ആളുകളെ ആകർഷിക്കാനും അതിനകത്ത് വീഴ്ത്താനും അതിനകത്ത് നിലനിർത്താനും
നിങ്ങളുടെ കയ്യിലുള്ളതാകെയുള്ളത് ഭയം ആണ്. ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം തന്നെ മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഭയം എന്ന വികാരത്തിൽ അധിഷ്ഠിതമാണ് ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രം. ഇസ്ലാമിന്റെ വിശ്വാസം തന്നെ ഭയത്തിൽ അധിഷ്ഠിതമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, അള്ളാഹുവിന്റെ ശിക്ഷകളെ കുറിച്ചുള്ള ഭയം, മരണത്തെക്കുറിച്ചുള്ള ഭയം, മരണവേദനയെക്കുറിച്ചുള്ള ഭയം, റൂഹ് പിടിക്കുന്ന കാര്യങ്ങൾ വർണ്ണിക്കുന്നത്, ഖബർ, നരകം, അതിനിടയിൽ ബർസഖി, ഇത് മാത്രമേ കയ്യിലുള്ളൂ. മുഹമ്മദിന്റെ കയ്യിലും അതേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ മരുഭൂമിയിൽ ആ കാലത്ത് വേറെ എന്ത് കിട്ടാനാ? പേടിപ്പിക്കുക, ആളെ കൂടെ നിർത്തുക. എത്രത്തോളം എന്ന് വെച്ചാൽ സ്വന്തം ജീവൻ പോകുമെന്നറിഞ്ഞിട്ടും യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നവൻ അവന് നരകണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാതെ നേരെ പോയിട്ട് നമ്മുടെ വാഗ്നർ പട്ടാളത്തിന്റെ അവസ്ഥയാണ്. പിന്തിരിയാൻ പാടില്ല. വെട്ടുകൊണ്ട് മരിച്ചാൽ കുളിപ്പിക്കും കൂടി ചെയ്യാതെ ഏതെങ്കിലും കുഴിയിലിട്ട് മൂടിയാൽ നേരെ ചോദ്യം പറച്ചിലൊന്നും ഇല്ലാതെ സ്വർഗത്തിലെത്തും എന്ന ഓഫർ കൊടുക്കുന്നത്, അത് സ്വീകരിച്ച് ആളുകൾ മരണം വരിക്കുന്നത് അതിനേക്കാൾ ഭീകരമായി ചെറിയ പ്രായം തൊട്ട് മനുഷ്യന്റെ മനസ്സിൽ കുത്തി നിറക്കുന്ന നരകഭയമാണ്. ഏതുപോലെ ഞാൻ നിങ്ങൾക്ക് നരകം അല്ലെങ്കിൽ നരകശിക്ഷ എന്ന് മലയാളത്തിൽ ഞാൻ ഗൂഗിൾ ചെയ്തപ്പം യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് തംബ്നെയിൽസ് ഞാൻ പോസ്റ്ററായിട്ട് ക്രമാനുഗതമായിട്ട് ഞാൻ എടുത്ത് ചേർത്ത് വെച്ച് കുറച്ച് പോസ്റ്ററുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. വെറുതെ നിങ്ങൾക്ക് ആർക്കും സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും എന്തൊക്കെയാണ് നരകത്തിന്റെ ആഴം, എന്താണ് നരകം, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ, നരകം കണ്ടെത്തി നാസ, നരകത്തെക്കുറിച്ചൊന്ന് കേട്ടു നോക്കൂ. നരകം അത്ര നിസ്സാര സംഭവമല്ല. നരകത്തിന്റെ 7 തട്ടുകളും അതിലെ മനുഷ്യരും അവർ ചെയ്ത തെറ്റുകളും. നരകം കാരുണ്യവാനായിട്ടുള്ള ദൈവത്തിന്റെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉസ്താദ്മാർ ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ അത്. നരകശിക്ഷയുടെ ഭയാനകത, വ്യഭിചാരികൾക്ക് കിട്ടുന്ന നരകശിക്ഷ, നരകത്തിൽ സ്ത്രീകൾ കൂടുതലായി എത്താനുള്ള കാരണം, സ്ത്രീകളാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, ആളിക്കത്തുന്ന നരകം, നരകശിക്ഷ, നരകത്തിലെ തീപ്പൊരി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ടോ? ഒരു സെക്കൻഡ് പോലും നരകശിക്ഷ അനുഭവിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെയാണ്. അടുത്തത് നരകവാസികളുടെ ഭക്ഷണവും പാനീയവും. ഇതാണ് നമ്മൾ അടുത്തതായിട്ട് നരകത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോ കേട്ടോ. നരകവാസികളുടെ ഭക്ഷണവും പാനീയവും, ഇതൊക്കെ ഖുർആനിൽ എഴുതി വെച്ചതാണ്. അള്ളാഹിന്റെ കാരുണ്യത്തിന്റെ വിശദീകരണം യൂട്യൂബുകളിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന തംബ്നെയിലാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് ആ നരകം. ഏത് നരകം? അള്ള പറഞ്ഞ നരകം, നബി പറഞ്ഞു കൊടുത്ത നരകം, ഭീകരമായ നരകം. എന്താണ് നരകം? കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി മനുഷ്യന്റെ മനസ്സിൽ, ചെറിയ കുട്ടികളുടെ മനസ്സിൽ പോലും ഭയം നിറക്കാൻ അവരുപയോഗിക്കുന്ന തംബ്നെയിലുകളിൽ ഒന്നിതാ, ഈ തെറ്റുകൾ ഒരിക്കലും ചെയ്യരുത്, നരകം ഉറപ്പാണ്. നിങ്ങൾ പറയും, ഇസ്ലാമിന്റെ അടുത്ത് മനുഷ്യന്മാരെ മനസ്സിലേക്ക് കുത്തി നിറക്കുന്ന ഈ ഭയമല്ലാതെ എന്താണ്? ഞാൻ പണ്ട് ദഅ്വ മാഫിയകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചു, ഇസ്ലാം എന്ന് പറയുന്ന മതത്തിലേക്ക് മനുഷ്യന്റെ മനസ്സുകൾ ആകർഷിക്കാൻ ഈ ഭയമല്ലാത്ത എന്താണുള്ളത്? ഇത് ചോദ്യമാണ്. കൊണ്ടുവര്. ഒന്നുമില്ല. വട്ടപൂജയാണ് ഇസ്ലാം. ഈ നരകശിക്ഷയുടെ ഭയത്തിൽ നിന്ന്, മരണഭയത്തിൽ നിന്ന്, ഭീതിയിൽ നിന്ന് മനുഷ്യൻ മോചിപ്പിക്കപ്പെട്ടാൽ ഇസ്ലാമിന്റെ അംഗബലം വട്ടപൂജയായിരിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എന്നിട്ട് ഇതൊക്കെ കാരുണ്യാണ് അത്രേ. ഇതൊക്കെ കാരുണ്യാണ് എന്നും പറഞ്ഞ് വിശ്വസിച്ച് പോയി കിടന്നവർക്ക് അങ്ങനെ പോയി കിടന്നുറങ്ങാം, സമാധാനിക്കാം. പക്ഷെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു സാഡിസ്റ്റ് ദൈവത്തിന്റെ എല്ലാ ലക്ഷണങ്ങളോടുള്ള അള്ളാഹു എന്ന ഒരു ദൈവസങ്കല്പത്തെ മുന്നിൽ നിർത്തി മനുഷ്യരെ പേടിപ്പിച്ച് 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര മനുഷ്യൻ ആ ഗോത്രത്തിന്റെയും ചുറ്റുള്ള ഗോത്രങ്ങളുടെയും അധികാരം കൈക്കലാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു സൈനിക മുന്നേറ്റത്തിന് വേണ്ടി ഒരു അക്രമി സംഘത്തെ, ഒരു കൊട്ടേഷൻ സംഘത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള മനഃശാസ്ത്രപരമായ ഒരു ഭീതിജനകമായ കഥ മാത്രമാണ് ഇസ്ലാം. അതിനപ്പുറത്തേക്ക് ഇസ്ലാമിൽ ആത്മീയതയോ ദൈവമോ ഒന്നും ഉൾച്ചേർന്നിട്ടേയില്ല എന്ന് മനസ്സിലാക്കാൻ വളരെ ലളിതമായി സ്വസ്ഥമായി ഇരുന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. സ്വന്തം നിലക്ക് ആലോചിച്ചാൽ മതി. ഖുർആൻ എടുത്തു വെച്ച് വായിച്ചാൽ മതി.